നാരായണ 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 നാരായണ. നീണ്ടു ചുരുണ്ട നിൻ കാക്കുഴൽ തന്നിലെ പീലിയായി മാറാൻ കൊതിച്ചു ഞാൻ കൃഷ്ണ. കൊഞ്ചിക്കുഴയുന്നിൻ ചെഞ്ചുണ്ടിലെ മണി വേണുവായി മാറാൻ കൊതിച്ചു ഞാൻ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഗോപികമാരുടെ ചെമ്പനിർ പറ്റിയ പട്ടാടയാകാൻ കൊതിച്ചു ഞാൻ കൃഷ്ണ. ആലില വയറിനൊരാഭരണമാകും കിങ്ങിണിയാകാൻ കൊതിച്ചു ഞാൻ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. നിന്നുടെ രൂപത്തെ എന്നുള്ളിൽ ധ്യാനിച്ചു നിന്നിലലിയാൻ കഴിയുമോ കൃഷ്ണ. വൃന്ദാവനത്തിൻ്റെ ഓമനെ നീ എന്നെ ഒന്നു കടാക്ഷിക്കുമെങ്കിൽ ഞാൻ ധന്യനായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. നീണ്ടു ചുരുണ്ട നിൻ കാക്കുഴൽ തന്നിലെ പീലിയായി മാറാൻ കൊതിച്ചു ഞാൻ കൃഷ്ണ. കൊഞ്ചിക്കുഴയും നിൻ ചെഞ്ചുണ്ടിലെ മണി വേണുവായി മാറാൻ കൊതിച്ചു ഞാൻ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ത്രിമൂർത്തിശക്തിസംഭൂതാം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യനിലയാം ധ്യായേൽ മൂകാംബികാം സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജന്മാദ്യസ്യേതോന്വയാതിതരതശ്ചാർത്തേഷഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തിയൽ സൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി.
എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. തൃപ്യന്തി നൃത്യന്തി നിർജരാ സഹവേ ഹൃഷ്യന്തി മുനിയോഖില തൃപ്യന്തി പിതരോ ശേഷ ശ്രുത്വാ ശ്രീനാമകീർത്തനം. അതിസുന്ദരമായിരിക്കുന്ന വാക്കുകൾ സജ്ജനങ്ങൾ നമുക്കായി പറഞ്ഞു തരണം. നൃത്യന്തി നിർജരാ സർവേ. ഏതൊരു ഭഗവാന്റെ ശ്രീനാമ കീർത്തനം കേട്ടാലാണോ എല്ലാ ദേവന്മാരും നൃത്തം ചവിട്ടണത്? ഹൃഷ്യന്തി മുനയോഖില. സകല ഋഷീശ്വരന്മാരും ആനന്ദതുന്തിലരായിട്ട് മാറുന്നത്. തൃപ്യന്തി പിതരാശേഷ. പിതൃക്കളെല്ലാം സന്തോഷിക്കുന്നത് അങ്ങനെയുള്ള ആ ഭഗവാന്റെ കീർത്തനം. അതിനാണ് ഈ മഹാദേവൻ്റെ ഈ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നമ്മൾ 49ാമത് ഭാഗവതസത്രമായിട്ട് ആരംഭിച്ചത്. എത്രയെത്രയോ സുകൃതികൾ ഇന്നിവിടെ വന്നുകൊണ്ട് കണ്ണൻ്റെ കഥകൾ നമുക്ക് വേണ്ടി കണ്ണൻ്റെ അടുത്തേക്ക് എത്താൻ, കണ്ണനെ അറിയാൻ, കണ്ണനിൽ ലയിക്കാൻ, അതാണ് ഭാഗവതൻ്റെ ലക്ഷ്യം. സത്യത്തിനെ അറിയുക, സത്യമായി തീരുക, അതാണ് ഭാഗവതൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി എത്രയോ ഗുരുപരമ്പരകൾ നമ്മുടെ അടുത്തേക്ക് ഒഴുകി വരാൻ പോണു. എത്രയോ പുണ്യം. നേരത്തെ മിഥുനപ്പള്ളി ഗുരുനാഥൻ പറഞ്ഞതുപോലെ എത്രയോ ജന്മത്തിലെ സുകൃതമാണ് നമുക്ക് ഭാഗവതം കേൾക്കാൻ ഒരവസരം, ഒരു ഭാഗ്യം. ശ്രുതിസ്മൃതി പുരാണാനി തീർത്ഥക്ഷേത്ര തപാംസി ച സർവാണി തത്ര വർത്തന്തേ യത്ര സങ്കീർത്യതേ ഹരി. എവിടെയാണോ ശ്രീഹരിയുടെ കീർത്തനങ്ങൾ നടക്കുന്നത് അവിടെയാണ് ശ്രുതികൾ, അവിടെയാണ് സ്മൃതികൾ, അവിടെയാണ് പുരാണങ്ങൾ, അവിടെയാണ് തീർത്ഥങ്ങൾ, അവിടെയാണ് ക്ഷേത്രങ്ങൾ, തപശ്ചര്യകൾ, എല്ലാം അവിടെ സന്നിധാനം ചെയ്യണു. വെറുതെ ഇരുന്നാലും മതി. നേരത്തെ ഗുരുനാഥൻ പറഞ്ഞില്ലേ, ഉറങ്ങിക്കോളൂ, അത് ശരീരധർമ്മം. ഉറങ്ങിയാലും ഇവിടെ വന്നിരിക്കാനൊരു മനസ്സ് വന്നില്ലേ, നമ്മളറിയാതെ കണ്ട് നമ്മളിലേക്ക് ഒഴുകി വരുന്ന ഒരനുഗ്രഹ വർഷം. അതിനെ നമുക്കൊന്നും അദൃഷ്ടഫലം എന്ന് ഭാഗവതം പറയും. നമുക്ക് കാണാൻ പറ്റില്ല. അറിയാതെ കണ്ട് നമ്മളിലേക്ക് ഒഴുകി വരുന്ന എന്തെന്നില്ലാത്ത ഫലങ്ങൾ. അതിനെങ്ങനെ നമുക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ സാധിക്കും? മനസ്സുകൊണ്ട് നിശ്ചയിക്കാൻ പറ്റും, ബുദ്ധി കൊണ്ട് അതിനെ ഉറപ്പിക്കാൻ സാധിക്കും? അതൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. തത്രൈവ സത്യം വൈകുണ്ഠ കൈലാസോ ബദരീഗയ വൃന്ദാവനം ച കാശീ ച എത്ര കൃഷ്ണ പ്രകീർത്യതേ. എവിടെയാണോ ശ്രീകൃഷ്ണ ഭഗവാനെ കീർത്തിക്കുന്നത്? തത്രൈവ സത്യം വൈകുണ്ഠ കൈലാസോ ബദരീഗയ വൃന്ദാവനം ച കാശീ ച എത്ര കൃഷ്ണ പ്രകീർത്യതേ. ശ്രീകൃഷ്ണ ഭഗവാനെ കീർത്തിക്കുന്ന ഇടം എവിടെ ആയിക്കോട്ടെ, അതിങ്ങനെ വേദി വേണമെന്നില്ല. നമ്മുടെ ഗ്രഹത്തിലാണെങ്കിലും ഗുരുനാഥൻ പറഞ്ഞില്ലേ, ആ വേദി നമ്മുടെ ഗ്രഹത്തിൽ മതി. അല്പനേരം നാമം ജപിക്കാൻ നമുക്ക് സാധിച്ചാൽ അവിടെ തന്നെയാണ് സത്യലോകം, അവിടെയാണ് വൈകുണ്ഠ. കൈലാസോ ബദരി ഗയ. കൈലാസവും ബദരിയും ഗയയും വൃന്ദാവനവും കാശിയും എല്ലാം എത്ര കൃഷ്ണ പ്രകീർത്യതേ. പക്ഷെ നമുക്കതറിയില്ലല്ലോ. എത്രയോ സത്രങ്ങൾ നടന്നാലും, എത്രയോ ഭാഗവതം നടന്നാലും, എത്രയോ പ്രാവശ്യം ഭാഗവതം വായിച്ചാലും നമുക്കിപ്പോഴും ഭാഗവതം കൊണ്ട് നമ്മൾ പോകണോ, ബദരിയിൽ പോകണോ, ഗയയിൽ പോകണോ, കൈലാസത്തിൽ പോകണോ, വൈകുണ്ഠത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെയും പോകും നമ്മൾ. എന്തിനാണ്? കൃഷ്ണനെ അറിഞ്ഞില്ല. ഭാഗവതം നമ്മളോട് പറഞ്ഞു, എവിടെ ഇരുന്ന് കീർത്തനം ജപിക്കണുണ്ടോ, നാമം ജപിക്കണുണ്ടോ, അവിടെ എത്തും. അവിടേക്ക് അവരുടെ സകല ദുർഭഗങ്ങളും ഇല്ലാതെ കണ്ടാക്കി തീർക്കണു. യോ വക്തി ഭഗവൻ നാമ ധന്യ ഏവാന്ത്യജോപിസ യോന വക്തി ഹരേ നാമ ദുർഭഗോ ബ്രാഹ്മണോപിസ. എങ്ങനെയുള്ളവരായിക്കോട്ടെ, ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നവർ അന്ത്യജനായിക്കോട്ടെ, ബ്രാഹ്മണനായിക്കോട്ടെ, അവരുടെ കൂടി എല്ലാ ദുർഭഗത്വവും കൊടുത്തുകൊണ്ട് അവരെല്ലാം മഹാഭാഗ്യവാന്മാരാക്കി മാറ്റണു. അതാണ് ശ്രീനാമ കീർത്തനത്തിൻ്റെ മഹിമ.
അറിയാതെ ഉണ്ടെങ്കിലും ഗുരുവായൂരപ്പനെ ഒന്ന് സ്മരിക്കാൻ ഇടവന്നാലേ മതി. ആ ഈശ്വരാനുഗ്രഹം നമുക്കുണ്ടാവണം. അത് മാത്രമേ നമുക്ക് വേണ്ടത്. അങ്ങനെ എത്ര എത്ര സജ്ജനങ്ങളെ ഭാഗവതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരണു. അതുകൊണ്ട് തന്നെ ഈ ഭാഗവതം ഏത് ഗ്രന്ഥമാണ്? നേരത്തെ ഗുരുനാഥൻ പറഞ്ഞു ഭക്തിശാസ്ത്രം. ഭക്തിയാണ് ഭാഗവതത്തിൻ്റെ കാതലായ ഭാവം. ഭക്തിയാണ് ഭാഗവതം ജ്ഞേയം. എത്ര പാണ്ഡിത്യമുണ്ടായാലും, നേരത്തെ അദ്ദേഹം പറഞ്ഞില്ലേ വ്യാകരണം പഠിപ്പിക്കാൻ വന്നു, അവസാനം അദ്ദേഹം പറഞ്ഞു എന്തിനാ ഇപ്പോൾ ഇത് പഠിപ്പിച്ചിട്ട്. നല്ല വാക്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വ്യാകരണങ്ങളും ശാസ്ത്രങ്ങളും അനവധി ഗ്രന്ഥങ്ങളും ഒക്കെ പഠിച്ച് തല പുണ്ണാക്കിയിട്ട് നമുക്കെന്ത് പ്രയോജനം? ഉദ്ധവൻ പറയണില്ലേ എല്ലാം പഠിച്ചു കാണാൻ ഞാൻ. എത്ര ഗ്രന്ഥങ്ങൾ, അറിവിൻ്റെ മഹാസമുദ്രം. ഉദ്ധവൻ ഉദ്ധരിക്കപ്പെട്ടവനാണ്, ഉത്സവമാണ് അത്ര അദ്ദേഹം. അത്രയും ഉയർന്നു വന്നിട്ടും ആ ഉദ്ധവൻ പറയണു അടിയനെ കണി തമ്പുരാട്ടിമാർ അടിയുറച്ചതാം ഭക്തി കണ്ണനിൽ. വേറെ ഒന്നും വേണ്ട ഹേ ഗോപികമാരെ, അവിടുത്തെ പാദതൂളിക്കായിക്കൊണ്ട് നമസ്കാരം. കാരണം എന്താ? വിദ്യാഭ്യാസമില്ല, തപശ്ചര്യകളില്ല, വ്രതങ്ങളില്ല, യാഗങ്ങളോ യോഗങ്ങളോ പൂജകളോ ചെയ്തിട്ടില്ല. പക്ഷേ അവരെത്തി എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമായിരിക്കുന്ന ആ ഭക്തി അത് നേടി കണ്ണനിൽ. അവരും പ്രാർത്ഥിച്ചതും അത് മാത്രമേ ഉണ്ടായുള്ളൂ. ദുഃഖാർണവത്തിൽ പതിച്ചൊരു ഞങ്ങളെ ദുഃഖവിനാശന വന്നു കരേറ്റുക. ഓരോ ഗോപികമാരും പറഞ്ഞത് തന്നെയാണ്. കണ്ണാ, എല്ലാം മിണ്ടല്ലേ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കണത്, നീയല്ലേ ഉള്ളൂ എനിക്ക് ശരണമായിട്ട്, അനുഗ്രഹിക്കണേ. ആ ഒരു ഭാവം ആ ഗോപികമാർ പ്രമാണം തത്ര ഗോപിക. ഭാഗവതം മാഹാത്മ്യത്തിലേ പറയണു. അനവധി സജ്ജനങ്ങളെ വർണ്ണിച്ചുകൊണ്ടാണ് ശ്രീശ്വബ്രഹ്മർഷി അല്ലെങ്കിൽ വേദവ്യാസൻ ഭാഗവതത്തിൽ കൂടി കൊണ്ടുപോകുന്നത്. പരീക്ഷിച്ചനെ അല്ല, അതിനു മുമ്പ് തന്നെ സൂതൻ ശവണകാദികളെ അവരോടെല്ലാവരും പറയണു കണ്ടോളൂ കേട്ടോ. ഭക്തിയിൽ കൂടി ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഭക്തി. ശവണകാദികൾ വിചാരിച്ചു ഞങ്ങളുടെ ഭക്തിയാണ് ശ്രേഷ്ഠം എന്ന് വിചാരിച്ചു. സൂതൻ ഉഗ്രശ്രവസ് എന്ന സൂതൻ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്ര ഇല്ല കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ അവർക്ക് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സൂതൻ ഭാഗവതത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അത്ര ഉത്തരയെ കാണിച്ചു തരണു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ അന്യം തദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശ ശരത്തപ്പദായസോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ഉത്തരയുടെ ഭാഗ്യം ആ സ്തുതി കേട്ടപ്പോൾ അപ്പോഴാ ശവനഘാതികൾക്ക് മനസ്സിലായത് ഉത്തരയുടെ അത്ര ഇല്ലല്ലോ അല്ലേ ഞങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുന്തിയെ കാണുന്നു. അപ്പോൾ അതിലും കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. കുന്തിയെ കണ്ടപ്പോഴാണ് അത്ര ഹൗ ഇതാണ് മഹാഭാഗ്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയണു, അടുത്ത അധ്യായത്തിൽ പറയണു ഇതല്ല ഭക്തി കണ്ടോളൂ. ആ മറ്റൊരാൾ കിടക്കുന്ന ശരശയ്യയിൽ ശരീരം തളർന്നു കിടക്കുമ്പോഴും ത്രിഭുവന കമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരളക കുലാവൃദാനനാബ്ജം വിജയസഖേ രതിരസ്തുമേനവദ്യ. ഹേ പാർത്ഥസാരഥേ, ആ പാദങ്ങളിൽ ഭക്തി തരുമോ? ശത്രുപക്ഷത്ത് നിൽക്കുമ്പോഴും മനസ്സ് മുഴുവനും പരിപൂർണമായിട്ട് ഗുരുവായൂരപ്പനെ സമർപ്പിച്ച് നിൽക്കുന്ന ആ ഭീഷ്മപിതാമഹരെ കാണിച്ചു തരണു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണത്ര ഭീഷ്മരേഖ ഭക്തി ദ്വാരകാവാസികൾ നോക്കിയിരിക്കണു. എപ്പോഴാണ് എൻ്റെ കണ്ണം വരിക? ആ ഒരു ഭാവത്തോടു കൂടി നോക്കിയിരിക്കുന്ന ആ ദ്വാരകാവാസികളെ കണ്ടപ്പോൾ അവർക്കാണോ ഭക്തി? ഇങ്ങനെ ഓരോരുത്തരെയും കാണിച്ചങ്ങനെ പോകുമ്പോൾ എത്രയോ ആളുകളെയാണ്. ദേവഹൂതിക്കാണോ ഭക്തി കൂടുതൽ? അതോ ധ്രുവനാണോ? അതോ ദക്ഷനാണോ? അതോ സതീദേവിക്കാണോ? അതോ പ്രഹ്ലാദനാണോ? അതോ ഗജേന്ദ്രനാണോ? ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് ഒരെത്തും പിടിയും കിട്ടാണ്ടായി. അവസാനം ശൗനകാദികൾ പറഞ്ഞു
ശ്രീ ഹരയേ നമ ഒറ്റ നാമത്തിൽ നിർത്തി. കാരണം എന്താ? അത് മാത്രം മതി എന്ന് മനസ്സിലായി. ഭക്തി ഓരോരുത്തർക്കും, ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് നമ്മളെല്ലാം ഗുരുവായൂരപ്പനെ കാണുന്നത് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഏത് വഴിയിൽ കൂടി ഏത് മാർഗത്തിൽ കൂടി പോയാലും സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഏത് വഴിയിൽ കൂടി പോയാലും ആ ബ്രഹ്മം തല്ലക്ഷ്യമുച്യതേ. ഉപനിഷത്തിൻ്റെ വാക്യം അതാണ്. ആ ബ്രഹ്മമാകുന്ന കേശവൻ ഭഗവാനാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം. അതിലേക്ക് എത്തണം. അതിനാണ് വേദവ്യാസൻ ഈ മനോഹരമായിരിക്കുന്ന ഭാഗവതം എഴുതുന്ന സമയത്ത്, ഈ ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഭാഗവതത്തിന് സകല ഭാരതീയ വേദ ആഗമാദികളുടെയും സമസ്ത പുരാണ ഇതിഹാസങ്ങളുടെയും മുഴുവനും ശാശ്വതമായിരിക്കുന്ന ആദി ബീജം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രണവത്തോടു കൂടിയുള്ള പ്രണവലിപിമയമായിരിക്കുന്ന നിർഗുണമയായിരിക്കുന്ന പരാശക്തി സ്വരൂപിണിയായിരിക്കുന്ന ഗായത്രി. ആ ഗായത്രിയിൽ പ്രതിപാദിച്ചിരിക്കുന്നതാണ് ഭാഗവതം. ഗായത്രിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് എത്ര ആദികൃത്യ ഗായത്രിയും വർണ്ണ്യതേ ധർമ്മവിസ്തര. ഗായത്രിയെ എത്രമാത്രം വിസ്തരിച്ചിട്ടുണ്ടോ അത് തന്നെ ഭാഗവതം, അത് തന്നെ വാൽമീകി രാമായണം, അത് തന്നെ ദേവി ഭാഗവതം. ഏത് പുരാണങ്ങളെടുത്ത് നോക്കിയാലും വേദവ്യാസന് വർണ്ണിക്കാൻ ഒന്നേ ഉള്ളൂ: ഗാനം ചെയ്യുന്നവരെ ത്രാണം ചെയ്യുന്ന ആ ഗായത്രി എന്ന മഹാമന്ത്രം. അതിനെ തന്നെ ഈ ഭാഗവതത്തിൽ വർണ്ണിച്ചപ്പോൾ അതിനൊരു രസമുണ്ട്. മറ്റ് പുരാണങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? രസോ വൈസ, ഏറ്റവും വലിയ ആനന്ദം. ആ ആനന്ദം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും അനുഭവിക്കുന്നത് തന്നെ. ഇന്നലെ ഉറങ്ങിയില്ലേ? സുഖമായിട്ട് ഉറങ്ങി. ചിലവരൊക്കെ പേടിച്ച് പോയിട്ടുണ്ടാവും പല സ്വപ്നങ്ങൾ കണ്ടിട്ട്. നേരം വെളിച്ചാകുമ്പോൾ നമ്മൾ പറയണു ഒന്നും അറിയാതെ കണ്ട് അത് സുന്ദരമായിട്ട് ഉറങ്ങി. അത് ഉറങ്ങിയ സമയത്ത് എന്താ നമ്മൾ അനുഭവിച്ച ആനന്ദം? അത് ഫാനുണ്ടായാലും കാറ്റുണ്ടായാലും എ സിയിലാണെങ്കിലും അല്ലെങ്കിലും വെറുതെ റോഡിൽ കിടന്ന് ഉറങ്ങുന്നവരെ കാണാറില്ലേ? കടത്തിനെ കിടക്കുന്നവരും എന്ത് സുഖമായിട്ട് ഉറങ്ങണു. ആ സച്ചിദാനന്ദം അത് നമ്മുടെ ഉള്ളിൽ സദാ ഉണ്ട്. അതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതറിയാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം. ഇപ്പോൾ നേരത്തെ ഗുരുനാഥൻ പറഞ്ഞില്ലേ, എത്ര പുരാണങ്ങൾ വേദവ്യാസൻ എഴുതിയിട്ടും അതിനൊന്നും അദ്ദേഹത്തിനെ തൃപ്തി വന്നില്ല. വേദവ്യാസന് തൃപ്തി വന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ കഥ പറയാനുണ്ടോ? എന്തുകൊണ്ടാണ് തൃപ്തി വരാത്തത്? ഈ ആനന്ദത്തിനെ മറ്റൊരു പുരാണത്തിലേക്ക് അദ്ദേഹത്തിന് വേണ്ട മാതിരി കൊടുക്കാൻ സാധിച്ചില്ല. എല്ലാത്തിലും പറഞ്ഞു അല്പമായിട്ട്, വേണ്ട മാതിരി ഒന്ന് വിസ്തരിക്കണ്ടേ? ഭഗവാനും ഭാഗവതവും ഭഗവാനും ഭക്തനും ഭഗവാനും വേദവും എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള ആ അദ്വൈത സാധനയെ അതിനെ കൊടുക്കാൻ മറ്റൊരു പുരാണത്തിൽ സാധിച്ചില്ല. അതാണ് വേദവ്യാസന് പറ്റിയതായിരിക്കുന്ന ഒരു വിഷമമായിട്ട് സജ്ജനങ്ങൾ പറയാം. നമുക്ക് പറയാൻ പാടില്ല ഒന്നും. സജ്ജനങ്ങൾ, അറിവുള്ള സജ്ജനങ്ങൾ, മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ പറയാം, വേദവ്യാസന് എന്താണ് തൻ്റെ കാഴ്ചപ്പാടിൽ വന്നൊരു അപൂർണത? ഈ അദ്വൈത സാധനയെ, ഈ അദ്വൈതമായിരിക്കുന്ന ആനന്ദത്തിനെ വേണ്ട മാതിരി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ സകല കുശലപാത്രം ബ്രഹ്മപുത്രം മദാസ്മി. സകല കുശലപാത്രനായിരിക്കുന്ന ബ്രഹ്മപുത്രനായിരിക്കുന്ന ശ്രീനാരദ മഹർഷി നല്ലൊരു കാഴ്ചപ്പാടുണ്ടാക്കി കൊടുത്തപ്പോൾ വേദവ്യാസന് എളുപ്പമായി ഭാഗവതം എഴുതാൻ. ഇനി എനിക്ക് മറ്റൊന്നും വേണ്ടതില്ല. കാരണം എന്താണോ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഭാഗവതത്തിൻ്റെ പരിപൂർണമായിരിക്കുന്ന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആനന്ദപ്രാപ്തിയാണ്. അത് നേടാൻ നമുക്ക് സാധിക്കണം. സപ്തമസ്കന്ധത്തിൽ ഒരു ശ്ലോകമുണ്ട്: പതിച്യുതം തിഷ്ഠതി തിഷ്ഠരക്ഷിതം. എവിടെ ആയിക്കോട്ടെ, ഈശ്വരാനുഗ്രഹം ഇല്ല എന്ന് വരട്ടെ, പതിച്യുതം തിഷ്ഠതി തിഷ്ഠരക്ഷിതം. വഴിയിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന് വരട്ടെ, കാലും ഒരു മുള്ളു പോലും കൊള്ളില്ല, ഒരു കല്ല് പോലും കൊള്ളാതെ കണ്ട് നമ്മുടെ സ്ഥാനത്തെത്തും. ഈശ്വരാനുഗ്രഹം ഇല്ല എന്നും വരട്ടെ, കുടുംബത്തിൽ വെറുതെ ഇരിക്കുകയാണ്, അത്ര സ്വസ്ഥമായിട്ടിരിക്കണം, 4 ചുമരിൻ്റെ ഉള്ളിൽ നമ്മൾ TV കണ്ടുകൊണ്ടേയിരിക്കണം, സുഖമായിട്ടിരിക്കണം. എപ്പോൾ വേണമെങ്കിലും ഇത് ഇടിഞ്ഞ് തലയിൽ വീഴാം അല്ലേ? ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ സുരക്ഷിതമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നമുക്ക് അപകടം വരാം.
അതുകൊണ്ട് ഭാഗവതം നമുക്ക് പറഞ്ഞു തരണു, ഒന്ന് മാത്രം മതി, ആ ഭഗവാനെ തന്നെ ആശ്രയിച്ചോളൂ. എന്തൊരു ദോഷമാണോ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാക്കി തരണത്, ആ മഹാരോഗത്തിനെ ഇല്ലായ്മ ചെയ്യും. മഹാദേവനോട് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ആചാര്യസ്വാമികളുടെ ഒരു പ്രാർത്ഥന പറയത്രേ. എന്താണെന്നറിയോ? എൻ്റെ മനസ്സാകുന്ന മഹാദേവ, അവിടുന്ന് ഒരു ഭിക്ഷ എടുത്ത് നടക്കുകയാണല്ലോ മഹാദേവൻ. അതാ ചെയ്യുക, എവിടെ ഇരിക്കുന്ന ആൾ ഒരു ഭിക്ഷാപാത്രമായിട്ട് ഇങ്ങനെ ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞ് നടക്കുക അത്രേ. ഭിക്ഷാന്തേഹിയായിട്ട് മഹാദേവൻ ഇങ്ങനെ നടക്കുമ്പോൾ ശങ്കരാചാര്യസ്വാമികൾ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നു. മഹാദേവ, അങ്ങയുടെ ഭിക്ഷാരൂപമൊക്കെ ഭംഗിയായിട്ടുണ്ട് അത്രേ, യാചകഭാവം മനോഹരം. പക്ഷെ ഒരു കുറവ് ഞാൻ കാണുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു കുരങ്ങനും കൂടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്നറിയോ? അതിനൊരു കയറൊക്കെ ഇങ്ങനെ കൊണ്ട് നടന്നാൽ അപ്പം അങ്ങേക്ക് കൂടുതൽ ഭിക്ഷ കിട്ടും അത്രേ. അതുകൊണ്ടൊരു കുരങ്ങനെയും കൂടെ കൊണ്ട് നടക്കുമെന്നാണ്. അപ്പോൾ മഹാദേവൻ ചോദിച്ചു, അല്ല ശങ്കര, അതിനിപ്പോൾ ഏതാ കുരങ്ങൻ? എൻ്റെ മനസ്സാകുന്ന കുരങ്ങൻ. ഒരിടത്തും അടങ്ങി ഒതുക്കിയിരിക്കാത്ത ഈ കുരങ്ങനെ ഒന്ന് തരട്ടെ. ഇതാണ് രാഗദ്വേഷങ്ങളിൽ കാമക്രോധാദികളിൽ എല്ലാം പെടുത്തി എനിക്ക് ദുഃഖം ഉണ്ടാക്കി തരണത്. അത് അങ്ങയുടെ കയ്യിൽ കൺട്രോളിലാണെങ്കിലോ എൻ്റെ ജീവിതം ഭംഗിയായി എന്നാണ്. പിന്നെ ഞാൻ ആഹാരത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, എവിടെ കിടക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, എങ്ങനെ ജീവിക്കുന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്കൊരു ഉത്കണ്ഠയും വേണ്ട. അല്ലേ? നമുക്കെല്ലാത്തിനെയും കുറിച്ച് ഉത്കണ്ഠയില്ലേ? വൈകുന്നേരം 4 കിലോ ചായ കുടിക്കണ്ടേ, വൈകുന്നേരം കുടുംബത്തിൽ പോകണ്ടേ, നാളെ നമുക്ക് ജീവിക്കണ്ടേ, എന്തെല്ലാം ഭാവങ്ങളാണ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആചാര്യസ്വാമികൾ പറയണത്, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കൂ ഈ കുരങ്ങനെ, ഈ മുമ്പിലിരിക്കണ ഈ മഹാദേവൻ്റെ കയ്യിലേക്ക്. അവിടുന്ന് നമ്മളെ കൊണ്ടു നടന്നോളുന്നതാണ്. ഈ ഒരു മനോഭാവമാണ് നമുക്ക് ഭാഗവതം ഉണ്ടാക്കി തരിക. പരിപൂർണമായിട്ട് ഭഗവാനിൽ സമർപ്പണം ചെയ്യുക, ശരണാഗതി. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ള ഏറ്റവും നല്ല വിഷയം എന്താണെന്നറിയോ? ആ ശരണാഗതിയുടെ മനോഹരമായിരിക്കുന്നൊരു ഭാവത്തിനെയാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരിക. അതിലാദ്യം തന്നെ നമുക്ക് കാണിച്ചു തന്നത് ആരെയാണ്? ഉത്തരാദേവിയെ. അല്ലേ? ഉത്തരാദേവിയുടെ ഗുണങ്ങളെന്താണ്? ആ പരമ്പരകളെ നമ്മളൊന്ന് ആലോചിച്ചങ്ങോട്ട് പോകണം. ഉത്തരാദേവിക്ക് പറക്കാൻ പോകുന്നൊരു കുട്ടിയുടെ കഥയാണ് നമുക്ക് പറയാനുള്ള വിഷയം. ആ പരമ്പരകളിലേക്ക് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ എത്രയാ അത്ഭുതം. പരാശരന് സത്യവതിയിലുണ്ടായി വേദവ്യാസൻ. ആ വേദവ്യാസന് വിചിത്രവീര്യൻ്റെ വിധവകളിൽ അംബിക, അംബാലിക, ഒരു ദാസി, അതിലൊക്കെ ക്ഷേമന്മാരായിരിക്കുന്ന പുത്രന്മാരുണ്ടായി. അതിലിതാ പാണ്ഡുവിൻ്റെ വിധവകളായിരിക്കുന്ന 2 പേര്, ആ കുന്തിയും മാദ്രിയും. ആ കുന്തിയുടെ പുത്രന്മാരായിട്ട് ധർമ്മപുത്രാദികൾ. അതിൽ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ, ആ അർജുനൻ്റെ പത്നിയായിരിക്കുന്ന ശ്രീകൃഷ്ണ സഹോദരിയായിരിക്കുന്ന സുഭദ്ര. അതിലുണ്ടായതായിരിക്കുന്ന അഭിമന്യു, ആ അഭിമന്യുവിൻ്റെ ഭാര്യ. എത്ര മഹത്തായിരിക്കുന്ന ഒരു പാരമ്പര്യം. ഇങ്ങനെ നമുക്കൊന്ന് നോക്കിയാലോ? നമുക്കെന്തെങ്കിലും പാരമ്പര്യം പറയാനുണ്ടോ? ഏറ്റവും നല്ല സുന്ദരമായിരിക്കുന്നൊരു പാരമ്പര്യം. എല്ലാം ജ്ഞാനികളുടെ നല്ലൊരു നീണ്ട നിര, അസ്ത്രങ്ങളുടെയും ആ പ്രയോഗത്തിലും വിദ്യകളിലും എന്തെന്നില്ലാത്ത മഹാപാണ്ഡിത്യം നേടിയതായിരിക്കുന്ന മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ. ഇങ്ങനെ അതിഗംഭീരമായിരിക്കുന്ന ഒരു പരമ്പരയിലാണ് ഇപ്പോൾ പരീക്ഷിത്ത് ജനിക്കാൻ പോകുന്നത് തന്നെ. അപ്പോൾ പരീക്ഷത്തിന് അന്ന് മോൾക്ക് എന്തുണ്ടാവും? എത്രയോ ജന്മങ്ങളിൽ കൂടി കടന്ന് വന്നതായിരിക്കുന്ന നല്ലൊരു സംസ്കാരം. അല്ലേ? ഒരു തടി മണൽ നമ്മുടെ നദിയിൽ നമുക്ക് എടുക്കണമെങ്കിൽ ആ മണൽ എന്തായി തീരണം? എത്രയോ വലിയ പാറക്കെട്ടുകൾ, എത്രയോ മലയുടെ മുകളിൽ നിന്ന് ആ പാറക്കെട്ട്, വലിയൊരു പാറ ഉരുണ്ട് എത്രയോ കാലം ഉരുണ്ട് വന്നിട്ടാണ് അതെന്തായി തീരണത്? ഒരു മണൽത്തരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനായി തീരുക. അല്ലേ? എത്രയോ സംസ്കാരങ്ങളിൽ കൂടി. അപ്പം ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്നറിയോ? ഈ പരീക്ഷിത്ത് എന്ന ഒരു ഭാവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ പരീക്ഷത്തിൻ്റേതായിട്ടുള്ള ഒരു പരമ്പര, അതിഗംഭീര്യമായിരിക്കുന്ന ആ പരമ്പരകളിൽ കൂടി കടന്ന് വന്നപ്പോൾ അതിൽ നിന്ന് ആർജിച്ചതായിരിക്കുന്ന നല്ലൊരു സംസ്കാരം. ആ സംസ്കാരം പറയാതെ കണ്ട് ഭാഗവതം പോയാൽ പിന്നെ എന്തേ രസമുള്ളൂ? അല്ലേ? പരീക്ഷൻ്റെ സംസ്കാരം അതാണ്. അതുകൊണ്ട് ഇപ്പം കിട്ടിയതാണോ കൃഷ്ണഭക്തി? അല്ല, എത്രയോ ജന്മങ്ങളിലായിട്ട് കിട്ടി. അതിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായിരിക്കുന്ന സുഭദ്രയുടെ പുത്രനായിട്ടാണ്
മുത്തശ്ശിയുടെ കൊച്ചുമകനായിട്ട് അവതരിക്കുമ്പോൾ ആ മുത്തശ്ശി എത്രമാത്രം ഭക്തയായിരുന്നു അല്ലേ? എന്നാലോചിച്ച് നോക്കിക്കോളൂ. ഭഗവാനോട് കൂടി ചേർന്ന് നിന്ന ആളല്ലേ? അത്രയും ഉള്ളിലങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു ഭാവം. അതൊക്കെ വരണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നറിയോ? നമ്മുടെ ഉള്ളിലെ അഹന്ത പരിപൂർണമായിട്ടില്ലാതെ കണ്ടായിത്തീരണം. അതില്ലാതെ കണ്ടായിത്തീരുമ്പോഴാണ് ശരിയായിരിക്കുന്ന ആ സത്യത്തിനെ വെളിപ്പെട്ട് കിട്ടുക. രാമായണത്തിൽ ഒരു കഥ പറയാറുണ്ട്. സാധാരണ സീതാദേവി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചത്ര ഋഷിപത്നിമാർ, ധാരാളം ഋഷിമാരുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ തീരുമാനിച്ചു ഈ സീതയെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എത്രമാത്രം തൻ്റെ ഭർത്താവിനെ അറിയാൻ വേണ്ടിയിട്ട് ഋഷിപത്നിമാരെന്ത് ചെയ്യുമെന്നറിയോ? അവരെല്ലാവരും ധാരാളം ശ്രീരാമൻ്റെ വേഷം കെട്ടി മുമ്പിൽ വന്ന് നിന്നു അത്ര. എല്ലാവരും ശ്രീരാമ വേഷത്തിൽ വന്ന് നിന്നു. ശ്രീരാമനും അതിൻ്റെ ഇടയിൽ കയറി നിന്നു അത്ര. എല്ലാവരും കയറി നിന്നിട്ട് പറഞ്ഞു, ഇതിലേതാണ് എൻ്റെ ഭർത്താവ്, കണ്ടുപിടിച്ചോളൂ. സീതാദേവി ഓരോ ഋഷിമാരുടെ മുമ്പിൽ ചെന്ന് നിൽക്കും, ഋഷിപത്നിമാരുടെ മുമ്പിൽ ചെന്ന് നിൽക്കും. അല്പനേരം നിൽക്കും, നേതി, ഇതല്ല. ഓരോരുത്തരുടെ മുമ്പിൽ ചെന്ന് അല്പനേരം കണ്ണടച്ച് നിൽക്കണം. എന്നിട്ട് പറയണു, ഇതല്ല. അങ്ങനെ പോയി കുറേ കഴിഞ്ഞപ്പോൾ ഒരാളുടെ മുമ്പിൽ അനങ്ങാണ്ട് ഇങ്ങനെ നിന്നു. തല കുമ്പിട്ട് പിന്നെ നേതിയെന്ന് പറയാനില്ല എന്നാണ്. ആ മൗനം വല്ലാതെ കണ്ട തൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ലയിച്ചു പോയി. അത്ര താനില്ലാതെ കണ്ടായി. ഇല്ലാണ്ടായപ്പോൾ അവിടെ ശ്രീരാമചന്ദ്രൻ സുന്ദരമായിട്ട് കോതണ്ഡപാണിയായിട്ട് ദർശനം കൊടുത്തു സീതാദേവിക്ക്. സീത പറയാം, ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന രൂപം. ആ രൂപത്തിനെ ഞാൻ സാക്ഷാത്കരിച്ചു എന്നാണ്. അതിലേക്ക് എത്തണം നമ്മൾ ഓരോരുത്തരും. അതാണ് പരീക്ഷത്തിൻ്റെ ജന്മം കൊണ്ട് നമുക്ക് പറഞ്ഞു തരാനുള്ള ഏറ്റവും നല്ല മെസ്സേജും അത് തന്നെയാണ്. പരീക്ഷത്തും അത് നേടാനാണ് അത്രയും എത്ര കാലങ്ങളെ കൊണ്ട് അദ്ദേഹം ആർജിച്ചതായിരിക്കുന്ന ആ ഒരു ഭാവം. അതിനെ ഭംഗിയായിട്ട് നമുക്കിതാ 12-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്. മനുഷ്യരാശിക്ക് ആ ശ്രീശുകനിൽ നിന്നും അല്ലെങ്കിൽ ശ്രീഹരിയിൽ നിന്നും ശ്രീഗുരുവായൂരപ്പനിൽ നിന്നും കിട്ടിയതായിരിക്കുന്ന ഏറ്റവും വലിയ വരദാനം അതാണ് പരീക്ഷത്ത് അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ഇന്നിങ്ങനെ ഒരു സത്രം നടത്തുമോ? അന്നങ്ങനെ പരീക്ഷത്തിന് അനുഗ്രഹം ഭഗവാൻ കൊടുത്തില്ലെങ്കിൽ, പരീക്ഷത്തായിട്ട് ജനിച്ചില്ലായിരുന്നെങ്കിൽ, ഒരു ജീവൻ പരീക്ഷത്തായിട്ട് മാറിയില്ലായിരുന്നെങ്കിൽ എങ്ങനെ നമുക്കിങ്ങനെ ഭാഗവതൻ്റെ മുമ്പിൽ വന്നിരിക്കാൻ പറ്റും? അതിനെ ശ്രവിക്കാൻ പറ്റും, അതിനെ നമുക്ക് പാടാൻ സാധിക്കും. എല്ലാത്തിനും കാരണമായിരിക്കുന്ന പരീക്ഷത്ത്. അതുമാത്രമല്ല, ശ്രീശുകനാകുന്ന ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് ഭാഗവതമാകുന്ന ഗംഗാനദിയെ, ആ പരിപൂർണ നദിയെ, അതിനെ ഒഴുക്കിക്കൊണ്ടുവന്ന് മനുഷ്യരാശിയാകുന്ന നമ്മുടെ മനസ്സാകുന്ന ഏറ്റവും താഴ്വാരത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടുവന്ന ഒരു മഹാത്മാ. അതും പരീക്ഷത്ത് തന്നെയാണ് അല്ലേ? ഒരു പരീക്ഷത്തല്ലെങ്കിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞില്ലേ, ഒരു ഗോദോഹനം മാത്രം അല്പനേരം 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രമേ ഒരിടത്ത് ഇരിക്കുകയുള്ളൂ. കാരണം അങ്ങനെയാണ് സജ്ജനങ്ങൾ. എവിടെയെങ്കിലും ഇരുന്നാൽ ബന്ധം ഉണ്ടാവും, ബന്ധമില്ലാതെ കണ്ടിരിക്കാൻ വളരെ വേഗത്തിൽ പോകും. അങ്ങനെയുള്ള സജ്ജനങ്ങൾ 7 ദിവസം ഇരുന്നെങ്കിൽ അതിനെന്തേ കാരണം? നമ്മളെപ്പോലുള്ള കാമക്രോധാദികൾ നിറഞ്ഞതായിരിക്കുന്ന മനസ്സിലേക്ക് ഈ ഭാഗവതമാകുന്ന ഗംഗയെ ഒഴുക്കിക്കൊണ്ടുവരാൻ, അതങ്ങനെ ഒഴുകി വരുമ്പോൾ അതിൻ്റെ പാദം, അതിനെ ഒന്ന് ഉൾക്കൊള്ളാൻ, അതിനെ നമുക്ക് ഇട്ടുതരാൻ, അതിന് പാകത്തിനൊരു പാത്രം വേണ്ടേ? അതിനാണ് പരീക്ഷത്ത്. ഒറ്റ വാക്കിൽ നമുക്ക് അത് പറഞ്ഞാൽ തന്നെ മുഴുവനായി എന്നാണ്. പരീക്ഷത്തിനെ പഠിക്കാൻ മറ്റൊന്നും ആവശ്യമില്ല എന്നാണ്. ആ പരീക്ഷത്തിൻ്റെ ജന്മം പറയാൻ വേണ്ടിയിട്ടാണ് അശ്വത്ഥാംനോപതൃഷ്ടേന ബ്രഹ്മശീർഷ്ണോരു തേജസ ഉത്തരായാഹതോ ഗർഭ ഈശേനാ ജീവിത പുന. ഇവിടെ പറയാണ്, അശ്വത്ഥാമാവായിരിക്കുന്ന ആ മായാധിപൻ, അദ്ദേഹം അശ്വത്ഥമാകുന്ന മായയുടെ ആ ബാണത്തിൽപ്പെട്ട് ഒരു ചാപ്പിള്ളയായിട്ട് പോയ ആ ഉണ്ണിക്ക് പിന്നെ എങ്ങനെയാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതം തിരിച്ചു കിട്ടിയത്? അതൊന്ന് പറഞ്ഞു തരണം. ഈശേനാ ജീവിത പുന. ആ കഥകൾ അറിയണം. ആ പരീക്ഷത്തിൻ്റെ ജന്മത്തിനെക്കുറിച്ച് അറിയണം. അദ്ദേഹം ചെയ്തതായിരിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ച് അറിയണം. അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയാണെന്ന് അറിയണം. ഇതൊക്കെ നമ്മൾ ചോദിക്കാറൊന്നുമില്ല. ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമ്മൾ ചോദിക്കാറുള്ളൂ.
ഇവിടെ നേരെ തിരിച്ചാണ്. കാരണം എന്താണെന്നറിയോ? പല പ്രകാരത്തിലാണ് പല പുരാണത്തിലും. ദേവീ ഭാഗവതം നോക്കിയാൽ പരീക്ഷത്തിൻ്റെ രീതികൾ വേറെയാണ് അല്ലേ? ഭാഗവതത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു തരമാണ്. ഇനി മഹാഭാരതത്തിലേക്ക് പോയാലോ, അവിടെ മറ്റൊരു തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. പല രൂപത്തിൽ കാണുമ്പോൾ ആ ശ്രീശുകാദികൾക്ക് അല്ല ശൗനകാദികൾക്ക് വീണ്ടും വീണ്ടും എന്തെന്നില്ലാത്ത ഒരു സംശയം. അതെങ്ങനെ സംഭവിച്ചു? അതിനെക്കുറിച്ച് അറിയണം. പോഹിന ശ്രദ്ധദാനാനാം യജ്ഞാനമതാൽ ശുക. ശ്രീശുകനിൽ നിന്ന് ഭാഗവതം കേൾക്കാൻ ഇടയായതെന്താണ്? ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ സൂതൻ ആദ്യം തന്നെ പരീക്ഷത്തിലേക്ക് കടക്കാതെ കണ്ട് പരീക്ഷത്തിൻ്റെ ആ വംശത്തിൻ്റെ മഹിമകൾ പറയണ്ടേ? അതിനാണ് ധർമ്മപുത്രരുടെ കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. അത്ര അദ്ദേഹം ആരായിരുന്നു ധർമ്മപുത്രർ? നമുക്കറിയാം, ധർമ്മദേവൻ്റെ കുന്തിയിലുണ്ടായ പുത്രനാണ്. ധർമ്മദേവൻ്റെ അവതാരം തന്നെ. അങ്ങനെയുള്ള തന്നെ അടിയുറച്ച് നിൽക്കുമ്പോഴും അദ്ദേഹം ഭീഷ്മരുമുള്ള പിതാമഹന്മാരുടെ അനുഗ്രഹം കൊണ്ട് അവരുടേതായിട്ടുള്ള വാക്കുകളെ മുഴുവനും കടമെടുത്തുകൊണ്ട് വേണ്ട മാതിരി രാജ്യം ഭരിച്ചു. നിസ്പൃഹ സർവകാമേഭ്യ കൃഷ്ണപാദാബ്ജസേവയ. എന്ത് രസമായിട്ടാണ് ഭാഗവതം നമുക്കിത് പറഞ്ഞു തരുന്നത്. കൃഷ്ണപാദാബ്ജസേവയാ സർവകാമേഭ്യ നിസ്പൃഹ. എല്ലാ കാമഭോഗങ്ങളെയും മോഹങ്ങളെയും പരിത്യജിച്ചു എന്നാണ്. എന്തിനോടെങ്കിലും ഒരു മോഹം വേണ്ടേ? എന്തുകൊണ്ടാണെന്നറിയോ? കൃഷ്ണപാദാബ്ജസേവയ. ശ്രീകൃഷ്ണപാദങ്ങളിൽ മനസ്സ് വെച്ചവന് ഈ ലൗകികമായിരിക്കുന്ന ഭോഗങ്ങളോടൊന്നും മനസ്സുണ്ടാവില്ല. ഇത് ഭാഗവതം നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തരിക. നമുക്ക് എന്തുകൊണ്ടാണ്? നമുക്ക് കൃഷ്ണനോട് രതിയില്ല, കൃഷ്ണപാദത്തിൽ നമുക്ക് രതിയില്ല. പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ? ഭോഗമായിരിക്കുന്ന വസ്തുക്കൾ, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ കിട്ടണുണ്ടോ അതെല്ലാം വേണമെന്നുള്ളൊരു മോഹം. അതെല്ലാം അനുഭവിച്ചിട്ട് സുഖം കിട്ടിയിട്ടുണ്ടോ? സുഖം നേടിയിട്ടുമില്ല. ദുഃഖം അയത്നത. ഒട്ടും വെറുതെ ഇരുന്നാൽ മതി, ഈ ദുഃഖം നമ്മളെ തേടി വരണം. ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിട്ടും അതിനോട് വീണ്ടും 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 ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ഒട്ടകത്തിനെ പോലെ ജീവിതം നയിക്കണമെന്ന് പറയും. ഒട്ടകം മുൾച്ചെടി തിന്നാൻ വലിയ ഇഷ്ടമാണ് അത്ര. ഈ മുൾച്ചെടി ഇങ്ങനെ തിന്നുമ്പോൾ അതിൻ്റെ മുള്ള് കൊണ്ടിട്ട് വായ ഇങ്ങനെ കീറും, രക്തം ഇങ്ങനെ ഒഴുകി വരും, നല്ല വേദന എടുക്കും പാവത്തിന്. എന്നാലും അതിന് മോഹം എന്താണെന്നറിയോ? വീണ്ടും ഈ മുൾച്ചെടി ഇങ്ങനെ തിന്നാൻ അതിൻ്റെ രസമാണ്. വേദന ഇത്തിരി എടുത്താലും വേണ്ടില്ല, അതെങ്ങനെ തിന്നണം എന്നൊരു മോഹം. ഇതേപോലെയാണ് നമ്മൾ ജീവിതത്തിൽ ഈ കടന്നു വന്നിരിക്കുന്ന എത്രയോ കാലങ്ങൾ. എന്നാൽ നമുക്ക് ആത്യന്തികമായിരിക്കുന്ന ഒരു ആനന്ദം കിട്ടിയിരിക്കുന്നത് ഒരിക്കലും കിട്ടിയിട്ടില്ല. നമ്മൾ അനുഭവിക്കണതെല്ലാം അമ്മയുടെ ഉദരത്തിലേക്ക് വന്ന കാലം മുളക്കേ തന്നെ ദുഃഖത്തിൽ തന്നെയാണ്. നമ്മുടെ വരവും വളർച്ചയും പുറത്തേക്കുള്ള വരവും വളർന്നു വലുതായി ഇത്രയും പ്രായമായിട്ടും ആനന്ദം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ആനന്ദം? എല്ലാവർക്കും ദുഃഖം മാത്രം. ആ ദുഃഖത്തിനെ മാറ്റി തീർക്കണം. നമുക്ക് ആ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. അതിനാണ് സജ്ജനങ്ങൾ 4 കാര്യങ്ങൾ പറയത്രേ. ജനിക്കുമ്പോൾ നമുക്കിടെ കൂടെ ഉള്ളത് എന്താണ്? മൃഗത്വം. മൃഗീയമായിരിക്കുന്ന ഭാവങ്ങൾ നമുക്കുണ്ടാവണം. രണ്ടാമത്തെ ഭാവം എന്തായിരിക്കണം? ആ മൃഗത്വഭാവത്തിൽ നിന്ന് ഉയരണം. മനുഷ്യത്വം എന്ന പേരായിരിക്കുന്ന രണ്ടാമത്തെ പടിയിലേക്ക് ഉയരണം. മനീഷികളായിത്തീരണം. അതും പോരാന്നാണ് ഭാഗവതൻ്റെ വാക്ക്. പിന്നെന്താണ്? അതിൽ നിന്ന് ഉയർന്നിട്ട് പിന്നെ ചില ആളുകൾക്കുള്ളത് എന്താ? മനുഷ്യനിൽ നിന്ന് ദാനവനായിത്തീരാം. ദാനവന്മാർക്ക് എന്തേ ഒരു കുഴപ്പം? മദ്യപാനരതോ ദാനവാ. മദ്യപാനത്തിൽ കൊതിയാവുക, അതിൽ തന്നെ അങ്ങനെയുള്ള രസങ്ങളിൽ പെട്ടുപോവാം. അങ്ങനെയുള്ള ദാനവനായിട്ട് തീരണു. ഇത് 3 അല്ല വേണ്ടത്. പിന്നെ എന്ത് വേണം? 4മതായിട്ടൊരു ഭാവമുണ്ട്. അതാണ് ദൈവത്വം. ആ ദൈവത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യനിഷ്ഠരതോ മർത്യ. സത്യനിഷ്ഠന്മാരായി തീരാം. സത്യത്തിൽ മനസ്സ് ഉറപ്പിച്ച് നിർത്തുക. ആ ഒരു ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയരണം. ഇതാണ് നമുക്ക് വേണ്ടത്. അതിന് അത്യാവശ്യം വേണ്ടത് എന്താ? ഇവിടെ ധർമ്മപുത്രർ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തരണു. തൻ്റെ പ്രജകളെ മുഴുവനും വേണ്ട മാതിരി പരിപാലിക്കുന്നുണ്ട് അദ്ദേഹം. എല്ലാം നോക്കുന്ന സമയത്തും പരിപൂർണമായിരിക്കുന്ന ഭക്തി കൊണ്ട് വിരക്തി വന്നു അദ്ദേഹത്തിന്. ഒന്നിനോടും മോഹമില്ലാതെ കണ്ട് ഭഗവാനെ തന്നെ ഭജിച്ചുകൊണ്ട് അദ്ദേഹം വേണ്ട മാതിരി രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ
നേരത്തെ നമ്മൾ അനുസ്മരിക്കേണ്ടായി. ആ ഉത്തരാദേവി ആ ബ്രഹ്മാസ്ത്രം, ആ ദ്രൗണിയുടെ ബ്രഹ്മാസ്ത്രം കയറി ഇങ്ങടെ വരണ കണ്ടപ്പോൾ മറ്റൊരാളെയും കണ്ടില്ല. ആ ഉത്തരാദേവിക്കറിയാം എത്ര ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായാലും ഒരാളെ നമ്മുടെ സഹായത്തിനുണ്ടാവുള്ളൂ. എപ്പോഴും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് കാല് തട്ടി വീണാൽ മതി, പോരെ, തീർന്നു നമ്മുടെ കഥ. അടുത്തന്നെ അദ്ദേഹം പറഞ്ഞില്ലേ, ഒരു ശ്വാസം അകത്തേക്ക് എടുക്കണത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നുള്ളതിന് പോലും നമുക്ക് യാതൊരു തെളിവുമില്ല. ഏത് നിമിഷം വേണമെങ്കിലും പോകാൻ തയ്യാറായിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോഴൊക്കെ ഒന്ന് വീഴാൻ പോകുമ്പോൾ ഒന്ന് പിടിച്ചു മാറ്റാൻ ഒരാൾ വേണ്ടേ? അതാണ് നമുക്ക് വേണ്ടത്. എൽ കിഞ്ചിൽ പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. ദശമസ്കന്ധത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് പറഞ്ഞു തരുന്ന ഒരേ ഒരു മഹാമന്ത്രം അർജുനൻ്റെ കഥയും കൊണ്ട് ഭാഗവതം പറഞ്ഞു തരിക. എൽ കിഞ്ചിൽ പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. കൃഷ്ണാനുഗ്രഹം അല്ലാതെ കൊണ്ട് വേറെ എന്താ ഉള്ളത്? ഇവിടെ അത് നേടാൻ പോണു, അതാണ് വേണ്ടത്. ഭാഗവതം കാണിച്ചു തരിക. അത് പറഞ്ഞുകൊണ്ട് ജംബൂദ്വീപൻ്റെ മുഴുവനും ആതിഥ്യം നേടി, നല്ല യശസ് നേടിയത്ര അദ്ദേഹം. എല്ലാം നേടുമ്പോഴും ദേവന്മാർ പോലും മോഹിക്കണു ധർമ്മപുത്രരുടെ ഈ സ്ഥിതി കണ്ടിട്ട്. അപ്പോഴും അദ്ദേഹം ഈ ഭൂമിയുടെ മുഴുവനും പരിപാലകനാണ്. നല്ല സുന്ദരിയായിരിക്കുന്ന പാഞ്ചാലി എന്ന ഭാര്യയുണ്ട്, നല്ല മിടുക്കന്മാരായിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, നല്ല രാജ്യം, അതേപോലെ തന്നെ നല്ല പ്രജകൾ, എല്ലാം സൽഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും അതിലേക്ക് മനസ്സ് വയ്ക്കാതെ കണ്ട് ഈശ്വരനെ ഭജിക്കുന്ന ധർമ്മപുത്രരെ കാണിച്ചുകൊണ്ടാണ് പരീക്ഷൻ്റെ ജന്മത്തിലേക്ക് ശ്രീശബ്രഹ്മർഷി അല്ലെങ്കിൽ വേദവ്യാസൻ അല്ലെങ്കിൽ സൂതൻ കടന്നു വരുന്നത്. എന്താണെന്നറിയോ? ആ പരമ്പര വരെ പറയണം. എന്തുകൊണ്ട് പരീക്ഷത്തിന് ഭഗവത് ദർശനം കിട്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച്? അത് കിട്ടണമെങ്കിൽ മുൻജന്മത്തിലെ സുകൃതം, അല്ലേ? നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ പൂർവികർ ചെയ്തതായിരിക്കുന്ന സുകൃതം. നമ്മൾ ഓരോരുത്തരും പറയാറില്ലേ, ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം, അവരുടെ അനുഗ്രഹം ഹേതുവായിട്ടാണ് നമുക്കിങ്ങനെയൊക്കെ വന്നത്. നമ്മൾ പറയുമ്പോൾ അവരെങ്ങനെയായിരുന്നു എന്ന് അറിയണ്ടേ? അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ ദ്രൗണിയുടെ ബ്രഹ്മാസ്ത്രം ചീറിപ്പാഞ്ഞ് വന്നപ്പോൾ ഒന്നും നോക്കാതെ കണ്ട് പൊന്നുണ്ണിക്കണ്ണനെ തന്നെ പരിപൂർണമായിട്ട് ശരണാഗതി അടഞ്ഞു. അന്യം തതഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. അവിടെ നിന്നല്ലാതെ കണ്ട് എനിക്ക് ആരുമില്ല കണ്ണാ. ആ ഒരു ഭാവം, ആ അനന്യമായിരിക്കുന്ന ഭാവം, ആ ഭഗവാൻ എങ്ങനെ മറക്കാൻ സാധിക്കുക? ഒരിക്കൽ പറഞ്ഞാൽ മതി. ഇവിടെ 10 മാസമായപ്പോഴേക്കും കൃത്യമായിട്ട് ഭഗവാൻ ഓടി വന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക്, ആ അമ്മയുടെ ഉദരത്തിലേക്ക്. മാതുഗർഭഗതോ വീര സത്തതാ ഭൃഗുനന്ദന ദിദർശ പുരുഷം കഞ്ചിൽ ദക്ഷ്യമാനോസ്ത്രതേജസ. കംചിൽ ദക്ഷ്യമാനോസ്ത്രതേജസ. ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ് കൊണ്ട് കരിഞ്ഞ് അങ്ങനെ ചാപ്പിള്ളയായിട്ട് പോകാൻ പോകുമ്പോഴേക്കും ദിദർശ പുരുഷം, അപ്പം കണ്ടു ഒരു പുരുഷനെ എന്നാണ്. പുരങ്ങളിൽ ശയിക്കുന്നതായിരിക്കുന്ന സകല ജീവരാശികളുടെയും ഉള്ളിൽ സദാ നിറഞ്ഞിരിക്കുന്ന ആ സർവാന്തര്യാമിയായിരിക്കുന്ന ഈശ്വരനെ ആ നിമിഷം കണ്ടു എന്നാണ്. ഇത് ഭാഗവതം പറഞ്ഞു തരുമ്പോൾ നമ്മൾ വിചാരിക്കും എവിടെയോ നടന്ന ഒരു കഥയല്ലേ, നമുക്കെന്തേ ഒരു ബന്ധം എന്ന് ചോദിക്കും. ഇന്ന് നമ്മളിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഒരു കാഴ്ച കൊണ്ടാണ്. നമ്മളും കണ്ടു കണ്ണനെ, ആ സർവേശ്വരനെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ കണ്ടു. ഇവിടെ കാണുക മാത്രമല്ല, എങ്ങനെയാണ് ഭഗവാന്റെ രൂപം? അങ്കുഷ്ടമാത്രമമലം സ്ഫുരൻ പുരടമൗലിനം. അങ്കുഷ്ടമാത്രമമലം സ്ഫുരൻ പുരടമൗലിനം. അപീച്യദർശനം ശ്യാമം തടിദ്വാസസമച്യുതം ശ്രീമദ്ദീർഘചതുർബാഹും തപ്തകാഞ്ചനകുണ്ടലം ക്ഷതജാക്ഷം ഗദാപാണിം ആത്മന സർവതോദിശം പരിഭ്രമന്തം ഉൽക്കാഭാം ഭാമയന്തം ഗജാമുഹു അസ്ത്രതേജസ്വഗതയാ നീഹാരം ഇവ ഗോപതി. എന്ത് രസമായിട്ടാണ് സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്കുഷ്ടമാത്രമമലം, അങ്കുഷ്ടമാത്ര പുരുഷോന്തരാത്മാ സദാ ജനാനാം ഹൃദയ സന്നിവിഷ്ട.
ഈശ്വരൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് അങ്കുഷ്ടമാത്രത്തിലാണ്. ഒരു തള്ളവിരലിൻ്റെ വലുപ്പത്തിൽ നമ്മുടെ വലത്തെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണു. അതിനെ കണ്ടെത്താനുള്ള തത്രപ്പാടാണ് നമ്മൾ ചെയ്യുന്ന വ്രതങ്ങളും യാഗങ്ങളും യോഗങ്ങളും തപസ്സുകളും എല്ലാ പൂജകളും സകലതും എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന എന്നെ ഞാനാക്കി നിർത്തുന്ന ആ സത്യവസ്തുവിനെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കണ്ടു അത്ര ആ ഉണ്ണി. ഭഗവത് ദർശനം കൊണ്ട് തന്നെ ഉണ്ണിയുടെ കണ്ണു മിഴിച്ചു. കണ്ണു മിഴിക്കുമ്പോൾ കാണുന്ന രൂപം എന്താണ്? തള്ളവല്ലിൻ്റെ വലിപ്പം മാത്രമല്ല, പ്രകാശിക്കുന്ന സുന്ദരമായിരിക്കുന്ന സ്വർണ്ണക്കിരീടം, കുരടമൗലിനം, അപീച്ഛദർശനം ശ്യാമം, നീലക്കറുപ്പ് നിറം. അപീച്ഛദർശനം കാണുവാൻ നല്ല സുകുമാരം, നല്ല സൗകുമാര്യം, അതിസുന്ദരമായിരിക്കുന്ന രൂപം. അതുമാത്രമല്ല തടിദ്വാസമച്യുതം, മിന്നൽപ്പിണർ പോലെ മനോഹരമായിരിക്കുന്ന പീതാംബരപ്പട്ടോടുകൂടിയുള്ള ആ സുന്ദരമായിരിക്കുന്ന രൂപം. പിന്നെയോ ശ്രീമദ് ദീർഘപുറ്റദുർബാഹും, ശ്രീമത്തായിരിക്കുന്ന ശ്രീത്വം നിറഞ്ഞതായിരിക്കുന്ന 4 നീണ്ടതായിരിക്കുന്ന തൃക്കരങ്ങൾ, തപ്തകാഞ്ചന കുണ്ടലം, കാച്ചി പഴുപ്പിച്ച തങ്കം പോലെ 2 കുണ്ടലങ്ങളങ്ങനെ കിടുങ്ങണു. ക്ഷതജാക്ഷം, ആ രക്തനിറത്തോടുകൂടിയുള്ള കണ്ണുകൾ. ഗദാപാണിം ആത്മാന സർവതോദിശം, ഗദാപാണി ആയിക്കൊണ്ടതാ ആ ഭഗവാൻ ആ ഉണ്ണി ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കണു. ഒരു തീക്കൊള്ളി ഇങ്ങനെ ചുഴറ്റുന്നത് പോലെ ആ ഗത ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട് ഭഗവാൻ ആ ഉണ്ണിക്കിങ്ങനെ പ്രദക്ഷിണം വയ്ക്കുക. അസ്ത്രതേജസ്വഗതയാ നീഹാരം ഇവ ഗോപതി, സൂര്യൻ ഉദിച്ചാൽ എങ്ങനെയാണോ മഞ്ഞില്ലാതെ കണ്ടാവണത്, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ആ ഗതയുടെ തേജസ് കൊണ്ട് ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ് ഇല്ലാതെ കണ്ടായിട്ട് മാറി. അത് മാത്രമല്ല, കുറച്ച് നേരം എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ എല്ലാ പീഡനങ്ങളും ഇല്ലാതെ കൊണ്ടാക്കിക്കൊണ്ട് കുറച്ച് സമയം അവിടെ അങ്ങോട്ട് കറങ്ങുമ്പോൾ പ്രദക്ഷിണം വയ്ക്കണം അത്രേ കണ്ണൻ. ആരെയാ? എൻ്റെ ഭാഗവതം കേൾക്കാനുള്ള ഉണ്ണിയാണത്രേ. അതിനുവേണ്ടി ഭഗവാൻ രക്ഷിച്ചെടുത്തതായി ഉണ്ണിയെ. എൻ്റെ ഉണ്ണിയാണ്, എൻ്റെ ഭാഗവതം കേൾക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാൾ. ഇത് ഗുരുവായൂരപ്പനല്ലാതെ കണ്ട് വേറെ ആർക്കാ തോന്നുക? ഈ ഭാഗവതത്തിലല്ലാതെ കണ്ട് വേറെ ഏത് പുരാണത്തിലാണ് ഇങ്ങനെ ഒന്ന് കാണാൻ സാധിക്കുക? ദേവി ഭാഗവതം മുഴുവൻ നോക്കിയാലും ഭഗവതി ഇങ്ങനെ ഈ ഗർഭഗ്രഹമാകുന്ന ഈ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചു എന്ന് കേട്ടിട്ടില്ല. ശിവപുരാണം വായിച്ചാലോ ഗണേശപുരാണം കേട്ടാലോ വേറെ ഏത് പുരാണം കേട്ടാലും കേൾക്കില്ല ഇതൊന്നും. ഇതെല്ലാം കാണണമെങ്കിൽ ഭാഗവതത്തിലേക്ക് വരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം എത്രമാത്രം! തൻ്റെ ഭാഗവതം വായിക്കുന്ന, ഇപ്പം നമ്മളൊക്കെ ഭാഗവതം വായിക്കാൻ കേൾക്കാനും വന്നിരിക്കുന്നവരാണ് അല്ലേ? എത്രയോ ആളുകൾ ഭാഗവതം വായിക്കണം, ആയിരക്കണക്കിന് ആളുകൾ ഭാഗവതം വായിക്കുമ്പോൾ ആ ഭാഗവതം വായിക്കാനും കേൾക്കാനും ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരനുഗ്രഹം. അമ്മയുടെ ഉള്ളിൽ വെച്ചേ നമ്മൾ പോകേണ്ടതായിരുന്നു. പക്ഷെ പോകാതെ കണ്ട് നമ്മളെ ഇവിടെ കൊണ്ടിരുത്തിയെങ്കിൽ അതിന് കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മളിരിക്കുമ്പോൾ നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. ഇതേപോലെ ഗതാപാണിയായിട്ട് ഭഗവാൻ. അതേ, ഭാഗവതം കേൾക്കാനുള്ളതാണ് കേട്ടോ, ഭാഗവതം വായിക്കാനുള്ളതാണ് നീ. അതുകൊണ്ടേ എനിക്ക് രക്ഷിക്കേണ്ട ചുമതലയുണ്ട്. ഈ ഒരു കാരുണ്യം, ആ താല്പര്യം ഗുരുവായൂരപ്പനുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഈ നിമിഷം വരെ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി എത്ര ആളുകളെ ഗുരുവായൂരപ്പൻ വിളിച്ചു വരുത്തും. വരൂ വന്നിരിക്കൂ, അല്പം നേരം ഭാഗവതം കേൾക്കൂ, വിളിച്ചിരുത്തും. എന്തുകൊണ്ടാണെന്നറിയോ? അവിടുത്തെ കാരുണ്യം കിട്ടിയിരിക്കുന്നത് ആർക്കൊക്കെയാണ്? അവിടത്തേക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ? എത്രായിരം പേര് ഈ നാട്ടിലുണ്ടെങ്കിലും അവർക്കൊന്നും ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. കസേരയൊക്കെ ഒഴിഞ്ഞു കിടക്കും, ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എത്ര രാത്രിയാണെങ്കിലും കേട്ടിരിക്കും നമ്മൾ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാൻ കൊണ്ടിരുത്തും. കേൾക്കൂ, നിനക്ക് വേണ്ടിയിട്ടല്ലേ നിന്നെ ഞാൻ ഇവിടെ രക്ഷിച്ച് ഇവിടെ കൊണ്ടിരുത്തിയത്? ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ? പിന്നെ എവിടേക്കാണ് പോണത്? ഭഗവാൻ തോട്ടിക്ക് പിടിച്ച് നമ്മളെവിടെ ഇരുത്തും. ഇവിടെ ആ 10 മാസം ആയ ആ ഉണ്ണി ഭഗവാൻ കുറച്ച് നേരം അങ്ങനെ ദർശനം കൊടുത്തു. ഉണ്ണി കണ്ണു വിഴിച്ചതാ. ആ പൊന്നുണ്ണി കണ്ണൻ്റെ മനോഹരമായിരിക്കുന്ന രൂപം അങ്ങനെ കണ്ട നിമിഷം തന്നെ ഭഗവാൻ തത്രൈവാന്തർദതേ ഹരി അവിടുന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമായി. ഇപ്പം നമ്മൾ വിചാരിക്കും എവിടെന്നോ ഭഗവാൻ ഓടി വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? കുറച്ച് നേരം വട്ടം കറങ്ങി ഭഗവാൻ ആ വഴിക്ക് എവിടേക്കോ പോയി മറഞ്ഞു. ചിന്തിക്കരുത് കേട്ടോ, അങ്ങനെ ഒരിക്കലും.
എവിടെ നിന്നാണ് അവിടത്തേക്ക് വരാനുള്ളത്? അതുകൊണ്ട് ആദ്യം പറഞ്ഞത് അങ്കുഷ്ടമാത്രമമലം. ആദ്യം തന്നെ പറഞ്ഞത് അങ്കുഷ്ടമാത്രത്തിൽ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട് ഭഗവാൻ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഭഗവാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ മറ്റൊരിടത്തുനിന്ന് വരാനില്ല, മറ്റൊരിടത്തേക്ക് പോകാനുമില്ല എന്നർത്ഥം. അവിടെ ഇങ്ങോട്ട് കാണിച്ചു തന്നു, അവിടെ തന്നെ മറഞ്ഞു. അല്ലാതെ കണ്ട് വേറെ എങ്ങും വരാനില്ല ഭഗവാൻ. അതിവിടെ ഭാഗവതം ഭംഗിയായിട്ട് കാണിച്ചു തരാം. പുറമേ നിന്ന് വരാനുമില്ല, പുറത്തേക്കൊന്നും പോകാനുമില്ല. ഈശ്വരന് സദാസമയത്തും നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം എന്തായി പരീക്ഷിത്ത്? അദ്ദേഹം ഒരു സാക്ഷിയായി, കണ്ണനെ കാണുന്ന ഒരു സാക്ഷിയായിട്ട് മാറി അല്ലേ? സാധാരണ ഭഗവാനാണ് സാക്ഷി എന്ന് പറയുന്നുണ്ട്. ഗോപികമാർ പറഞ്ഞേക്കാം, നഖല്ലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മധൃ. ഗോപികമാരങ്ങനെ പറഞ്ഞത്, അഖിലദേഹിനാം അന്തരാത്മധൃ. എല്ലാവരുടെയും ഉള്ളിലിരുന്ന് കാണുന്നവനാണ് കണ്ണാ നീ. അങ്ങനെയുള്ള ഭഗവാൻ പിന്നെ എവിടെന്നെങ്കിലും വരാനുണ്ടോ, എവിടേക്കെങ്കിലും പോകാനുണ്ടോ? അതിതാ ഇവിടെ പരീക്ഷിത്ത് അത് കണ്ടു ആ കണ്ണനെ. പക്ഷേ പുറത്തേക്ക് വന്നപ്പോഴേക്കും എന്തായിട്ട് മാറി? അദ്ദേഹവും ആ മായയിൽ പെട്ടു. ഭഗവാൻ എന്തേ കാണിച്ചു കൊടുത്തതെന്നറിയോ? നീ ഇപ്പോൾ കണ്ടത് അമ്മയുടെ ഉദരത്തിലല്ലേ, നീ നിൻ്റെ ഉള്ളിൽ എന്നെ കാണണ്ടേ? അതിനെന്ത് വേണം? ഇതിപ്പോൾ അമ്മയുടെ പ്രയത്നമാണത്രേ. അമ്മ വിളിച്ചിട്ടാണ്, ശരണാഗതി അടഞ്ഞിട്ടാണ് അമ്മയുടെ ഉദരത്തിൽ ഞാൻ വന്നത്. ഇനി നിനക്ക് കാണണമെന്ന് വെച്ചാൽ നീ എന്ത് വേണം? നീ എന്നെ ശരണം പ്രാപിച്ചോളൂ. ഉത്തരായണം പോലെ, ഉത്തര എങ്ങനെയാണോ ശരണം പ്രാപിച്ചത് അതുപോലെ നീയും എന്നെ ശരണം പ്രാപിക്കൂ. നിനക്കിന്ന് തരാൻ ഞാൻ ദർശനം അല്ലേ? നേരത്തെ വെട്ടില്ലേ നാരദൻ്റെ കഥ അല്ലേ? എന്താ രസം! നാരദ മഹർഷി അന്വേഷിച്ച് നടന്ന് എത്രയോ തളർന്നു അത്ര അദ്ദേഹം. അപ്പോൾ ഭഗവാൻ ദർശനം കൊടുത്തു അല്ലേ? ഇതേപോലെ ആ അന്വേഷണ ത്വര അത് നമുക്കുണ്ടാവണം. ഇനി നമുക്ക് കാണാം, ദശമത്തിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ പ്രലംബക ചാണൂര തൃണാവർത്ത മഹാശനൈ മുഷ്ടികാരുഷ്ടദ്യുവത പൂതന കേശിധേനുകൈ. എത്ര ആളുകളാണ് അന്വേഷിച്ച് നടക്കുക. കംസം പറഞ്ഞയച്ചു, പൊക്കോളൂ, എവിടെയാ? കൃഷ്ണനെ കണ്ടെത്തൂ. ഓരോരുത്തരും പോയി കണ്ടെത്തിയവർ പറഞ്ഞു, കംസ ഇനി ഞങ്ങളില്ല അവിടേക്ക്, ഇനി ഞങ്ങളവിടേക്ക് വന്നില്ല, ഞങ്ങൾ കണ്ണൻ്റെ കൂടെയാണ്, ഗുരുവായൂരപ്പൻ്റെ കൂടെ കൂടിയില്ലേ എല്ലാവരും. അപ്പോൾ അവരെ അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിൽ നമ്മളോടും ഭാഗവതം പറയണു, ഒരു പരീക്ഷത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് നമ്മളോടും പറയണു, കണ്ടെത്തൂ എവിടെയെങ്കിലും. എൻ്റെ ഭഗവാൻ ദൂരെയല്ല, ചാരത്തുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് ഭഗവാൻ. അതിനെ കണ്ടെത്തണമെങ്കിൽ ഈ കണ്ണ് പോരാ, അന്തർമുഖത്വം നമുക്കുണ്ടാവണം. എപ്പോഴും അകക്കണ്ണ് തുറക്കാവണം. മായേകമായ പുറങ്കണ്ണടച്ചിട്ടു ഉൾക്കണ്ണു വേഗം തുറന്നു നോക്കൂ. എല്ലാവർക്കും ആത്മാവായി ഉള്ളിൽ വിളങ്ങുന്ന ഉണ്ണി ശ്രീകൃഷ്ണനെ കാണാം കണ്ണേ. എല്ലാവർക്കും ആത്മാവായി ഉള്ളിൽ വിളങ്ങുന്ന ഉണ്ണി ശ്രീകൃഷ്ണനെ കാണാം കണ്ണേ. ആർക്കാ കാണാൻ വയ്യാത്തത്? നമുക്ക് അങ്ങടേക്ക് ഓടണം കണ്ണനെ കാണണമെങ്കിൽ. നടയടച്ചേക്ക് കാണാത്ര, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഭഗവാൻ പറയാം, നീ ഒന്ന് ഉള്ളിലേക്ക് നോക്കൂ, ഞാൻ അവിടെ ഇല്ലേ? ഗുരുവായൂരപ്പൻ പറയണു, നിൻ്റെ ഹൃദയമാകുന്ന ശ്രീലകത്തെ ഞാൻ നിറഞ്ഞിരിക്കുന്നുണ്ട്, ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? അന്തർമുഖത്വം വരണം. ആ പരീക്ഷത്തിന് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തതും അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് കിട്ടാനുള്ള കാരണം? എന്തിനാണ് പരീക്ഷത്ത് അവതരിച്ചത്? പക്ഷേ കൃഷ്ണകഥോദയം. ഇനി നമുക്ക് കേൾക്കാം. കൃഷ്ണകഥകൾക്ക് ഒരു ഉദയം, അതാണ് പരീക്ഷത്തിൻ്റെ കഥയും കൊണ്ട് ആദ്യം തന്നെ പരീക്ഷത്തിൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട് ഒരു അധ്യായം മാറ്റിവെച്ചു. ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും പുരാണത്തിൽ? ഗുരുവായൂരപ്പൻ്റെ അവതാരം എങ്ങനെയാണോ പറയണത് അതേപോലെ അവതാരം അങ്ങനെ തൻ്റെ ഭക്തനെയും കാണിച്ചു തന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പക്ഷേ കൃഷ്ണകഥോദയം, ശ്രീകൃഷ്ണ കഥകൾക്ക് ഉദയമുണ്ടാവാൻ, ശ്രീകൃഷ്ണ കഥകൾ കേൾക്കാൻ വേണ്ടി, അതിലേക്ക് പരീക്ഷിച്ച ശ്രീശുകനെ കൊണ്ടുവരാൻ വേണ്ടി. അല്ലെങ്കിൽ ശ്രീശുബ്രഹ്മർഷി കൃഷ്ണകഥ പറയില്ല. ദ്രൗണ്യശ്ര വിപ്ലുഷ്ടമതം മതംഗം സന്താനബീജം കുരു പാണ്ഡവാനാം. എപ്പോഴും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കണു. ഗുരുനാഥ, നല്ല നല്ല കഥകളാണ് അവിടുന്ന് പറയണതെല്ലാം. ഏത് കഥയാണ് മോശമായിട്ടുള്ളത്? വരാഹാവതാരം മോശമാണോ? കപിലാവതാരം മോശമാണോ?
ദക്ഷയാഗവും ധ്രുവചരിതമൊക്കെ മോശമാണോ? ഒന്നും മോശമല്ല. നരസിംഹം പറഞ്ഞത് എത്ര കേമായി, അതിഗംഭീരായി. പിന്നെയോ ഗജേന്ദ്രമോക്ഷം പറഞ്ഞു, പാലാഴിമഥനം, കൂർമാവതാരം, മോഹിനി അവതാരം, അവതാരങ്ങളുടെ ഘോഷയാത്രയൊക്കെ കഴിയും അദ്ദേഹത്തിൻ്റെ മുഖം വിടരണില്ല. ശ്രീശുഖബ്രഹ്മ പരീക്ഷത്തിന് എന്തേ കാരണം? കണ്ണൻ്റെ കഥ കേൾക്കാനാണ് നോക്കിയിരിക്കുന്നത്. സീതാദേവി കൊടുത്തില്ലേ ഹനുമാനെ നീ ദീർഘായുസായിട്ട് മാറട്ടെ, നിനക്ക് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ, നിനക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ സിദ്ധികളും നിനക്ക് തുടങ്ങട്ടെ. എത്ര അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടും ഒരല്പമെങ്കിലും ഒന്ന് കണ്ണൊന്നും മിഴിച്ച് നോക്കണ്ടേ എൻ്റെ അമ്മ? നീ എനിക്ക് ഇത്ര അനുഗ്രഹം വാരി തന്നൂലോ. നമ്മൾ അങ്ങ് താങ്ക്സ് പറയും. ഒരു താങ്ക്സും പറയണില്ല. ആ സീതാദേവിയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കണതല്ല, അതൊക്കെ ഉണ്ട്, അതുപോലെ നോക്കണില്ല എന്നാണ്. തല കുമ്പിട്ട് നിൽക്കുക, മുഖം ഇങ്ങനെ വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. എന്താണ് ആവോ പിണക്കം? ശ്രീരാമചന്ദ്രൻ സീതയെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ സീതേ, ഇതൊന്നല്ല ഹനുമാന് വേണ്ടത്, കൊടുക്കൂ, ശ്രീരാമദാസനായി തീരട്ടെ. കൊടുത്തപ്പോൾ അദ്ദേഹം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. അതാ കിട്ടേണ്ടത് അല്ലേ? ബാക്കിയെല്ലാം അല്പകാലത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാണ്. അതൊന്നും നമ്മുടെ കൂടെ നിൽക്കില്ല. എന്നുമുള്ളതെന്താ? ദാസദാസോഹം എന്ന ഭാവം. ഇവിടെ പരീക്ഷത്തിനും വേണ്ടത് എന്തായിരിക്കണം? ആ കണ്ണനെ കണ്ടെത്തണം. എത്രയോ കഥകൾ പറഞ്ഞിട്ടും അതിലൊന്നും മനസ്സ് വയ്ക്കാതെ കണ്ടിരുന്ന പരീക്ഷത്തിന് അവസാനം ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തു, ഞാൻ പറഞ്ഞു തരാം കണ്ണൻ്റെ കഥകൾ. സന്തോഷമായില്ലേ? പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. അവിടുത്തെ തിരുമുഖത്ത് നിർഗളിക്കുന്ന ആ ഹരികഥകൾ കേൾക്കാൻ വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് ഞാൻ ഇരിക്കണു ഗുരുനാഥ. 4 ദിവസമായി. ഇനിയുള്ള ദിവസം എനിക്ക് എൻ്റെ കണ്ണൻ്റെ കഥകൾ പറഞ്ഞു തരുമോ? ഞാൻ അതൊന്ന് കേട്ട് ആനന്ദിക്കട്ടെ, അത് മാത്രം മതി. അപ്പോൾ ആ പരീക്ഷത്തിനെ ഭഗവാൻ അവതരിച്ചത് എന്തുകൊണ്ടാണ്? ഭാഗവതത്തിലെ ഏറ്റവും പ്രധാന ഭാഗം എന്താണ്? അത് കൃഷ്ണാവതാരം തന്നെയാണ്. ആ കൃഷ്ണാവതാരം കേൾക്കാൻ വേണ്ടി അദ്ദേഹം മറ്റുള്ള ദിവസങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടിയിരിക്കുന്നു. അത്രയും കേമനായിരിക്കുന്ന ആ പരീക്ഷത്തിന് ഇനി എന്തേ വേണ്ടത്? ബ്രാഹ്മണരിതാ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ബ്രാഹ്മണർ ആദ്യം തന്നെ പൊക്കിൾ കൂടി മുറിക്കുന്നതിന് മുമ്പ് ദാനം ചെയ്യണമെന്നാണ്. പൊക്കിൾ ബന്ധം ഭേദിച്ചാൽ എന്തുണ്ടാവും? അപ്പോഴാണ് വാലായ്മ വരിക, അശുചി അപ്പോഴാണ് വരിക. അപ്പോൾ അതിനു മുമ്പ് തന്നെ എന്ത് വേണം? ധാരാളം ദാനങ്ങളൊക്കെ ചെയ്യണമെന്നാണ്. നമുക്കൊന്നും അങ്ങനെ പറ്റില്ല. കാരണം ഇതൊക്കെ മുറിച്ചെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ കുട്ടിയെ. അത് കഴിഞ്ഞാൽ പിന്നെ അശുദ്ധിയായി. പിന്നെ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മൾ ദാനമൊക്കെ നമ്മൾ മറന്നും പോവും. ഇതല്ല, പൊക്കിൾ കൂടി മുറിക്കുന്നതിന് മുമ്പ് തന്നെ വേണ്ടതായിരിക്കുന്ന ദാനങ്ങളൊക്കെ ധാരാളം ചെയ്തു. അതുമാത്രമല്ല, ബ്രാഹ്മണർ ജാതകം കാരയാമാസ വാചയിത്വാച മംഗളം. മംഗളങ്ങളായിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന വാക്കുകൾ, വേദമന്ത്രങ്ങളെ കൊണ്ട് പുണ്യാഹമുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലി. അതുമാത്രമല്ല, ജാതകമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു. എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം. നിസാരക്കാരൊന്നല്ല ഇതെല്ലാം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. പാണ്ഡവന്മാരുടെ പുരോഹിതനായിരിക്കുന്ന ധൗമ്യൻ, അതുപോലെ ബ്രാഹ്മണശ്രേഷ്ഠനായിരിക്കുന്ന കൃപാചാര്യർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വന്നു. ജാതകം ജാതകർമ്മം മംഗളം പുണ്യാഹം എന്നൊക്കെ പറയും. ആ പുണ്യാഹം എന്ന അതിസുന്ദരമായിരിക്കുന്ന നമ്മൾ ജപിക്കുന്ന കർമ്മമൊന്നുമല്ല, ആ കർമ്മങ്ങളെയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ജാതകർമ്മം വളരെ വിശേഷമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെയുള്ളതാണ് നാമകരണം. നാമകരണത്തിന് ഓരോ ആളുകൾക്കും ഓരോ തരത്തിലാണ്, ഓരോ വർണ്ണവിഭാഗത്തിനും അതിനനുസരിച്ച് മാറ്റേണ്ടത്ര. ഇപ്പോൾ തൈര് നെയ്യൊക്കെ ചേർത്തുള്ള ഹോമം, അതുപോലെ ശിശുവിൻ്റെ വലത്തെ ചെവിയിൽ മന്ത്രോച്ചാരണം, സ്വർണം ചേർത്ത് തൈര് നെയ്യ് തേൻ ഇതൊക്കെ നാവിൽ കൊടുക്കുക. ഇതേപോലെ ഇതൊക്കെ രഹസ്യമായിട്ട് നാമകരണം, സ്തന്യപാനം, ഇതിനൊക്കെ ചടങ്ങുകളുണ്ടെന്നാണ്. നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇതൊക്കെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരണം. ഇങ്ങനെ എന്തെല്ലാം ചടങ്ങുകൾ നമുക്കുണ്ട്. ഈ ക്രിയകളൊക്കെ എല്ലാം മാതാവിനെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ള അനവധി ചടങ്ങുകളൊക്കെ ചെയ്യണം. അതിലേറ്റവും പ്രധാനമാണ് നാമകരണം എന്ന ഒരു സംസ്കാരം അല്ലേ. 64 സംസ്കാരമുണ്ട് എന്ന് പറയും. നമുക്ക് 64 വേണ്ടില്ല, ഒരു 40 പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. 40 സംസ്കാരം വേണ്ട, ഷോഡശ സംസ്കാരം ഒരു 16 അത് പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. 16 വേണ്ട, ഒരു 10. ഇപ്പം അതും ഇല്ല. ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. ഇപ്പം ഇവിടെ
ആ സംസ്കാരങ്ങളൊക്കെ വേണ്ട മാതിരി ചെയ്തു. ഇപ്പോൾ ജാതകർമ്മം, വിവാഹമുള്ള മംഗള അവസരങ്ങളിലൊക്കെ ചെയ്യുന്നതായിരിക്കുന്ന നല്ലൊരു കർമ്മമാണ് പുണ്യാഹവാചനം. അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു. നാമകരണം എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നീടാണ് ഇനി എന്തേ വേണ്ടത്, ആ ബ്രാഹ്മണർ ആ ജാതകത്തിനെ ഒന്ന് വർണ്ണിക്കണമല്ലോ. എന്താണ് ജാതകം കൊണ്ട് അവർ കണ്ടെത്തിയത്, എങ്ങനെയുള്ളതായിരിക്കണം പരീക്ഷത്തിന് അല്ല ധർമ്മപുത്രർക്ക് എന്തെന്നില്ലാത്ത ആകാംക്ഷകൾ. അപ്യേഷ വംശ്യാൻ രാജർഷീൻ പുണ്യശ്ലോകാൻ മഹാത്മന അനുവർത്തിതാസ്വിയശസ സാധുവാദേന സത്തമാ. ഹേ സത്തമാ, ഹേ യോഗ്യരായുള്ളവരെ, ഏഷ വംശ്യാൻ പുണ്യശ്ലോകാൻ മഹാത്മന, ഹേ രാജർഷിമാരായിട്ടുള്ളവരെ, ഈ മഹാത്മാക്കളായിട്ടുള്ളവരെ, സൽകീർത്തിമാന്മാരായിട്ടുള്ളവരെ, ഈ വംശത്തിൽ പറഞ്ഞതായിരിക്കുന്ന ഈ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നു. ഞങ്ങളുടേതായിരിക്കുന്ന കീർത്തിയെല്ലാം ഈ കുട്ടി പിന്തുടരുമോ? നമ്മളൊക്കെ അതറിയാറില്ലേ സാധാരണ. എൻ്റെ വംശത്തിൽ പറഞ്ഞു ഈ കുട്ടി ഇപ്പോൾ എൻ്റെ കൂടെയാണോ, എൻ്റെ ധർമ്മത്തിലാണോ പോണത്, അതോ അന്യധർമ്മത്തിലേക്ക് പോവോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇതൊക്കെ ധർമ്മപുത്രരും ചിന്തിച്ചു എന്നാണ്. എൻ്റെ കുട്ടിയും വേണ്ടാത്ത വഴി കൂടി പോവോ, എല്ലാം ഒന്ന് പറയണമെന്ന് പറയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായി. കാരണം സാധുവാദേന യശസ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് പറയുക, സജ്ജനങ്ങൾ അംഗീകരിക്കുന്ന പ്രകാരം കീർത്തിയോടെ ജീവിക്കുമോ, അതാണ് അറിയേണ്ടത്. നമുക്കൊക്കെ അറിയേണ്ടതും അത് തന്നെയാണ് അല്ലേ. നമ്മുടെ മക്കളൊക്കെ എങ്ങനെയായിത്തീരണം നമ്മൾ മോഹിക്കാം, നല്ല കീർത്തിയോടുകൂടി ഭംഗിയായിട്ട് ജീവിക്കണം. മറ്റുള്ളവരെ കൊണ്ട് വേണ്ടാധീനം പറയിപ്പിക്കാതെ കണ്ട് നല്ലത് പറയിപ്പിക്കുക, അതിത്തിരി ബുദ്ധിമുട്ടാണ്. അത് പറയിപ്പിക്കാറാവണം. സാധുവാദേന യശസ, സജ്ജനങ്ങൾ അംഗീകരിക്കുന്ന പ്രകാരം കീർത്തിയോടെ ജീവിക്കുന്നവനാണോ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണേ എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ രാജർഷിയാവുമെന്നാണ്. ഋഷി സദൃശനായിരിക്കുന്ന രാജാവ്, ഋഷിയെപ്പോലെ ജീവിതം നയിക്കുന്ന രാജാക്കന്മാരെയാണ് രാജർഷി എന്ന് പറയാം. അപ്പോൾ അതേപോലെയൊക്കെ ആവുമോ? ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ സന്തോഷമായി ആ ബ്രാഹ്മണർക്കെല്ലാം. കാരണം എന്തെല്ലാം ഗുണങ്ങളാണോ ഈ ഉണ്ണിക്കുള്ളത് അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. പാർത്ഥ പ്രജാപിത സാക്ഷാൽ ഇക്ഷ്വാകു ഇരിവ മാനവ ബ്രഹ്മണ്യ സത്യസന്ധശ്ച രാമോ ദാശരഥിയഥ. ഇക്ഷ്വാകുവിനെ പോലെ വൈവസ്വത മനുവായിരിക്കുന്ന മനുപുത്രനായിരിക്കുന്ന സാക്ഷാൽ ഇക്ഷ്വാകുവിനെ പോലെ പ്രജാപിത, പ്രജകളെ രക്ഷിക്കുന്നവനായിരിക്കും. ദാശരഥി രാമ യഥാ, ദാശരഥിയായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ എപ്രകാരമാണോ അതേപോലെ ബ്രഹ്മണ്യ സത്യസന്ധശ്ച, ബ്രഹ്മണ്യനായിരിക്കും, ബ്രാഹ്മണഭക്തനായിരിക്കും, സത്യസന്ധനായിരിക്കും എന്നൊക്കെ പറഞ്ഞു അത്ര. അത് മാത്രമല്ല പിന്നെയോ ഏഷദാദാശരണ്യശ്ച യഥാക്ഷീ നരശിബി, ശിബിയെ പോലെ ശരണ്യനായിട്ട് മാറും, നല്ല ദാതാവായിട്ട് മാറും. പിന്നെയോ ദൗഷ്യന്തനായിരിക്കുന്ന ഭരതനെ പോലെ കേമനായിട്ട് മാറും, യശസ്സിനെ വർദ്ധിപ്പിക്കുന്നവനായിട്ട് മാറും. ധന്വനാം അഗ്രണീരേഷ തുല്യശ്ച അർജുനയോർദ്വയോ, രണ്ട് അർജുനന്മാരെ പോലെ ആവുന്നതാണ്. ഒന്ന് കാർത്തവീരാർജുനനും ഒന്നതാ പാർത്ഥനും. ഈ രണ്ട് അർജുനന്മാരെ പോലെ മഹാവില്ലാളി വീരനായിട്ട് മാറും. അതുമാത്രമല്ല അഗ്നിയെപ്പോലെ തടുക്കാൻ പറ്റാത്ത ശക്തി, സമുദ്രത്തിനെ പോലെ അതിക്രമിക്കാൻ പറ്റാത്ത ശക്തി, അങ്ങനെയുള്ള ആളായിട്ട് മാറും. സിംഹത്തിനെ പോലെ മൃഗേന്ദ്ര വിക്രാന്ത, സിംഹത്തിനെ പോലെ പരാക്രമശാലിയാവും. ഹിമവാനെ പോലെ സേവിക്കാൻ യോഗ്യനും, ഭൂമിയെപ്പോലെ തിദിക്ഷ ക്ഷമാശീലമുള്ളവനും, അതേപോലെ മാതാപിതാക്കളെപ്പോലെ സഹിഷ്ണുവായും ഇദ്ദേഹം ഭവിക്കും. എത്ര ഗുണങ്ങളാണ് ഇവിടെ പറയണത്. സമഭാവത്തിൽ ബ്രഹ്മാവിനോട് തുല്യമായിട്ട് തീരും. അതേപോലെ ഗിരിശോപമ പ്രസാദേ ഗിരിശോപമ, പെട്ടെന്ന് പ്രസാദിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കണ മഹാദേവൻ. അതേപോലെ ക്ഷിപ്രപ്രസാദി ഭഗവാൻ, പെട്ടെന്ന് പ്രസാദിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ രമാവല്ലഭനായിരിക്കുന്ന രമാശ്രയ ദേവ, ലക്ഷ്മി വല്ലഭനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ പോലെ സർവഭൂതാനാം ആശ്രയ, എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റിയ ആളാണ്. സർവചരാചരങ്ങൾക്കും ആശ്രയസ്ഥാനമായിട്ട് മാറും. അതുമാത്രമാണോ സർവസൽഗുണമാഹാത്മ്യേ, എല്ലാ സദ്ഗുണങ്ങളാലും മാഹാത്മ്യം.
ഉള്ള ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാനെ അനുകരിക്കുന്നതാണ് പോരെ. മറ്റുള്ള യോഗ്യതകളൊക്കെ പോട്ടെ, 99 കളഞ്ഞാലും ഒന്ന് മാത്രം മതി എന്നാണ്. എല്ലാ സൽഗുണങ്ങളുടെയും വിളനിലമായിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പനെ അനുകരിക്കുക മാത്രമല്ല, ആ ഭഗവാന്റെ ഭക്തി, അത് ആ ഭഗവാനെ അത്രന്നില്ലാത്ത ഭക്തി നേടും. രന്തിദേവനെ പോലെ ഉദാരത്വമുണ്ടാവും, ബലിയെപ്പോലെ നല്ല ധൈര്യം അതുണ്ടാവും, പ്രഹ്ലാദനെ പോലെ കൃഷ്ണഭക്തനായിട്ട് മാറും. അതേപോലെ ധാരാളം അശ്വമേധയാഗങ്ങളൊക്കെ നടത്തും, കലിയെ നിഗ്രഹിക്കും. പിന്നെയോ എത്ര തരത്തിൽ ആരൊക്കെ വഴിവഴിച്ച് പോകുന്നുണ്ടോ, ഉൽപ്പതഗാമിനാം ശാസ്ത, വഴിവഴിച്ചവരെയൊക്കെ നേർവഴിക്ക് നയിക്കും, കലിയെ നിഗ്രഹിക്കും എന്ന് തുടങ്ങിയിട്ട് എല്ലാ ഗുണങ്ങളും 99 ഗുണങ്ങളും പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? എന്നാൽ പിന്നെ ഒന്നും കൂടി അങ്ങോട്ട് തികച്ച് 100 100 ഗുരുവായൂരപ്പനാവും. അത് പറ്റില്ലല്ലോ. ജീവൻ തന്നെയാണ്, പരമാത്മ തന്നെയാണ് അല്ലേ. ആ ജീവൻ ഇനി എന്തായിട്ട് മാറണം? ആ ഒരു ദോഷവും കൂടി മാറി പൂർണ്ണനായി തീരണം. അതാണ് ആവശ്യം. പർവ്വതത്തിൽ വീഴുന്ന, മലയിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളത്തിന് അതിന് മോഹം എന്താ? ആ ചെറിയ അരുവിയായിട്ട് നദിയായിട്ട് മാറി സമുദ്രമായി തീരാൻ മോഹമില്ലേ? നമ്മളൊക്കെ വന്നിരിക്കുന്നതും അതല്ലേ. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. നമ്മളാക്കുന്ന ജീവനെല്ലാം എത്തിച്ചേരേണ്ട ഇടം എവിടെയാണ്? അത് ഭഗവാനായി തീരലാണ്. ഓരോ നദിയും വളരെ വേഗം പടിഞ്ഞാറോട്ട് ഒഴുകി സമുദ്രമായി തീരണത് പോലെ നമുക്കുമായി തീരണം ആ പൂർണ്ണത. അത് എത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ദോഷം പറഞ്ഞു അത്ര. എന്താ? തക്ഷകാദാത്മനോ മൃത്യും ദ്വിജപുത്രോപസർജിതാത് പ്രവത്സ്യതുപശ്രുത്യ മുക്തസംഗപദം ഹരേ. എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും തക്ഷകനിൽ നിന്ന് ഒരു മരണം, ഒരു ദംശം ഏൽക്കാൻ ഇടയുണ്ടാവുമെന്ന് അങ്ങോട്ട് കേട്ടു. വിഷമിക്കൊന്നും വേണ്ട. മുക്തസംഗ ഹരേ പദം, ശ്രീഹരിയുടെ പദത്തിൽ എത്തിച്ചേരും. എല്ലാ സംഘങ്ങളും വിട്ടുകൊണ്ട് അത് മാത്രം മതി. ഇനിയൊന്നും കേൾക്കണമെന്ന് ആവശ്യമില്ല എന്നാണ്. കാരണം കേൾക്കേണ്ടത് എന്താ? അന്തേ നാരായണ സ്മൃതി. അത് ഈ ഉണ്ണിക്കുണ്ടാവും. പിന്നെ ഇനി എന്ത് വേണം? മറ്റൊന്നും വേണ്ട എന്നാണ്. നേടേണ്ടത് എപ്പോഴേ നേടിക്കഴിഞ്ഞിരിക്കണു. ആ ഒരു ഭാവം നമുക്ക് ഇവിടെ ഉണ്ടാവണം എന്ന് ഭാഗവതം കാണിച്ചു തരിക. അങ്ങനെ ബ്രാഹ്മണർക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ സമ്മാനങ്ങൾ, ദക്ഷിണകൾ അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു. ആ ആത്മജ്ഞാനം നേടും. അത് നേടിക്കൊണ്ട് ആത്മസ്വരൂപമായിട്ട് മാറും അങ്ങോട്ട് കേട്ടപ്പോൾ ധർമ്മപുത്രർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. ആ എല്ലാവരെയും അപ്പോഴും ആ ഉണ്ണി എന്ത് ചെയ്യണു? തുറച്ച് നോക്കണുണ്ട്. ഇതാണോ താൻ കണ്ട ആ നീലവർണ്ണം? ആ പൊന്നുണ്ണി കണ്ണൻ ഇങ്ങനെ തുറച്ച് നോക്കണ്ട്. എല്ലാവരിലും ഇങ്ങനെ തുറച്ച് നോക്കണം. കാരണം പരീക്ഷേത നരേഷുഹ, പരീക്ഷിച്ച് നോക്കുകയാണ്. പരീക്ഷിത്ത് എന്ന് പേരിട്ടു. നമ്മളോടൊക്കെ നമ്മുടെ പേരെന്താണെന്നറിയോ? നമ്മുടെ പേരും പരീക്ഷത്തെന്നാണ്. നമ്മളും അന്വേഷിച്ച് നടക്കുകയല്ലേ. ഓരോ ശ്രീലകത്തും ഓടി നടക്കുക, ഓരോ അമ്പലങ്ങളൊക്കെ കയറി നടക്കണു. സൂക്ഷിച്ച് നോക്കുക, ഇതാണോ എൻ്റെ കണ്ണൻ? ഞാൻ പോന്നതായിരിക്കുന്ന എന്നെ ഇങ്ങടെ അമ്മയുടെ ഉദരത്തിലേക്ക് വിട്ടാൽ ഈ ഭാഗവതം കേൾക്കാൻ യോഗ ഉണ്ടാക്കി തന്ന ഗുരുവായൂരപ്പൻ അതെവിടെയാ? നമ്മൾ ഗുരുവായൂരം വെട്ടി ചെന്നാലും ഗുരുവായൂരപ്പനെ മാത്രമല്ല നോക്കുക. ഭഗവതിയുടെ അടുത്താണോ ഗുരുവായൂരപ്പൻ? അയ്യപ്പൻ്റെ അടുത്താണോ? ഗണപതിയുടെ അടുത്താണോ? പുറത്തിരിക്കണ ഗണപതിയുടെ അവിടെയാണോ? ഇങ്ങനെ അന്വേഷിച്ച് നടക്കണില്ലേ നമ്മൾ? അന്വേഷിച്ച് കുറേ വട്ടം കറങ്ങി പരീക്ഷത്തിനെ പോലെ അടങ്ങി ഒതുങ്ങി വരിക. നമ്മൾ പറയില്ലേ, മനസ്സും ഇന്ദ്രിയങ്ങളും എപ്പോൾ അടങ്ങി വരണോ, നിശ്ചലമായി തീരണോ, ആ നിശ്ചലമായിരിക്കുന്ന ആ ചിത്തത്തിൽ അപ്പം കാണാം അഹം ബ്രഹ്മ പരം ധാമ. ആ നിമിഷം കാണാം ഈശ്വരനെ. അന്വേഷിച്ച് നടന്ന നീ ആ അന്വേഷണം എപ്പം നിർത്തണോ ആ സമയത്ത് കാണാം നമുക്ക്. അതിനു വേണ്ടിയിട്ടാ ആ യുധിഷ്ഠിരൻ എല്ലാ പാപങ്ങളും തീർന്ന് തൻ്റെ ഉണ്ണി ഈ ലോകത്തിനെ മുഴുവൻ ഭരിച്ചുകൊണ്ട് അവസാനം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ശ്രീപാദത്തിലേക്ക്, ഗുരുവായൂരപ്പൻ്റെ പാദത്തിലേക്ക് എത്താൻ അശ്വമേധയാഗങ്ങളൊക്കെ നടത്തി. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണം പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്തായിരിക്കണം? ആ ഭഗവാന്റെ പാദത്തിലേക്ക് നമുക്കും എത്തണം. അതെങ്ങനെ എത്താൻ സാധിക്കും? ഭാഗവതം പറയുന്ന ഒരേ ഒരു മാർഗം പരീക്ഷത്തിന് കിട്ടിയില്ലേ? ഒരു ചെറിയൊരു ശാപം എന്ന് നമ്മളാ പറയാം, അനുഗ്രഹം. നല്ലൊരു ഗുരുനാഥൻ്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ എന്തായിട്ട് മാറി? ആ
ആ ശമീകൻ എന്നു പേരായിരിക്കുന്ന തൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങിയതായിരിക്കുന്ന ആ ഗുരുനാഥൻ കണ്ടെത്തി. പരീക്ഷിത്ത് എന്ന രാജാവിന് അദ്ദേഹം കാട്ടിലിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിനെ കണ്ടെത്തിയോടുകൂടി ആ ശമീകൻ്റെ പുത്രനാണ് ശപിച്ചതെന്ന് നമ്മൾ പറഞ്ഞാലും അച്ഛൻ തന്നെയാണ് പുത്രനായിട്ട് വരിക. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉൾക്കണ്ണുകൊണ്ട് അദ്ദേഹം കണ്ടെത്തി പരീക്ഷത്തെ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് കലിയെ നിഗ്രഹിച്ചു എന്നൊന്നും പറഞ്ഞ് ഓടി നടന്ന ആളൊന്നും എന്തെല്ലാം കേമത്തുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കലിയെ നിഗ്രഹിച്ചു, ഞാൻ ഈ ഭൂമിയെ പരിപാലിക്കുന്ന ചക്രവർത്തിയാണ് എന്നൊക്കെ പറഞ്ഞാലൊന്നും നീ അന്വേഷിക്കുന്ന കണ്ണനെ കിട്ടില്ല കേട്ടോ. അതിനെന്ത് വേണം? സ്വസ്ഥമായിട്ടിരിക്കൂ എവിടെയെങ്കിലും, അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. എന്താണെന്നറിയോ? ദാ വരണോ മരണം, കണ്ടോളൂ. കാണിച്ചു കൊടുത്തു. മരണം വരുന്ന വഴി 7 ദിവസം, ഇനി 7 ദിവസമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ എന്തുണ്ടായി? വേഗം അദ്ദേഹത്തിന് പരിപൂർണ വിരക്തി, ശരീരം കളത്തം സുതം ബന്ധുവർഗം വയസ്യം ധനം സൽമഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ. വളരെ വേഗത്തിൽ സകലതും വിട്ടു അല്ലേ? നമുക്കെന്തുകൊണ്ടാണ് ഒന്നും ഉപേക്ഷിക്കാൻ പറ്റാത്തത്? നമുക്കിപ്പോൾ 70 വയസ്സായെങ്കിൽ ഇനിയും നമ്മളൊരു 70 വയസ്സും കൂടി പാട്ടുപാടിയിരിക്കും എന്നൊരു ചിന്ത, ആ ഭാവം നമുക്ക് മാറണം. അത് ഭാഗവതം കാണിച്ചു തരിക. അതെന്തുകൊണ്ടാണ് നമുക്ക് ആ ഭാവം ആകാത്തത്? നമ്മളങ്ങനെ ഒരു ഗുരുനാഥനെ കണ്ടു കിട്ടിയിട്ടില്ല. എപ്പം നമ്മൾ അങ്ങനെ ഒരു ഗുരുനാഥനെ കണ്ടെത്തണോ, അനുഭവസ്ഥനായിരിക്കുന്ന ഒരു ഗുരുനാഥനെ കണ്ടെത്തണോ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരും, തീർന്നു കിട്ടോ നിൻ്റെ ആയുസ്. ഖട്വാങ്കിന് പറഞ്ഞു കൊടുത്തില്ലേ? ആ ചേലപ്പമ്പ് അമ്പൂരിക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തില്ലേ? അല്പം നേരമുള്ളൂ അത്ര. അതുകൊണ്ട് ഇനിയുള്ള സമയം എന്ത് വേണം? ഭജിച്ചോളൂ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം മൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം മൂഢമതേ. ഈ മൂഢസ്വർഗത്തിലിങ്ങനെ കഴിയുന്ന, ഇതിൽ നിന്ന് സുഖം കിട്ടുന്ന മോഹിച്ച് കിടക്കുന്ന നമ്മളോട് ആചാര്യസ്വാമികൾ പറഞ്ഞു, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം, ഭജിച്ചോളൂ കണ്ണനെ. ദൂരെയല്ല കേട്ടോ കണ്ണൻ, ഗുരുവായൂരപ്പൻ നിൻ്റെ കൂടെയുണ്ട്. ഹരി ജഗന്നാഥൻ പരനാരായണൻ ഹരികത്തുണ്ടല്ലോ തുണയായെപ്പോഴും. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ വിളി വന്നാൽ ഭഗവാൻ കടാക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രകരണം പറഞ്ഞ് അവസാനിപ്പിച്ചത്. മഹാപുണ്യം ചെയ്തു നമ്മൾ ഈ മഹാദേവൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും നടുക്ക് വന്നിരുന്നുകൊണ്ട് ഭാഗവതം കേൾക്കാനും പാടാനുമൊക്കെ. ഇതെന്നും എന്നും എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉള്ളവൻ്റെ വാക്കുകളെല്ലാം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമ്യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതൽക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ.